ഒരു മേക്കപ്പ് എന്നുള്ള ഒരു സംഭവത്തിലേക്ക് എങ്ങനെ ഒരു ബിടെക് കഴിഞ്ഞു, എംടെക് കഴിഞ്ഞു, ബിഎഡ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് 3 വർഷം IT ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തു, അത് കഴിഞ്ഞ് എങ്ങനെയാണ് ഈ ഒരു പാഷനോട് എത്തി അതിനൊരു ബിസിനസ് ആക്കി മാറ്റിയത്? ഇൻബിൽഡ് ആയിട്ട് നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലും ഓരോ പാഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു വുമൺ ഓണ്ടർപ്രണർ ലെവലിൽ നമുക്ക് എത്തിപ്പെടാൻ ഈ ഒരു പാഷൻ നമുക്ക് ഓക്കെ ആണ്. 5 years ആയിട്ട് നമ്മളുടെ കൂടെയുള്ള സ്റ്റാഫുകളൊക്കെ പോയി. അപ്പോൾ ആ സമയത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ആരില്ലെങ്കിലും ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബിസിനസ്സിലോട്ട് വന്ന ഒരാളാണ്. എൻ്റെ തല എൻ്റെ കാല് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണത്. ബിസിനസ്സോ അതൊക്കെ പെൺകുട്ടികൾക്ക് പറഞ്ഞതാണോ എന്നുള്ള ചോദിച്ചിട്ട് ഭയങ്കര ഒബ്ജക്ഷൻ ഉണ്ടാവും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരെയും വെൽക്കം ചെയ്യാണ് നമ്മുടെ പാനൽ ഡിസ്കഷനിലേക്ക്. എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ആൻഡ് എസ്പെഷ്യലി സിതാര മാം ആൻഡ് നജ്ല മാം രണ്ടുപേരെയും വെൽക്കം ചെയ്യുന്നു. നമ്മളെ ആങ്കർ ഇവരെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് ഫസ്റ്റ് ഇവരുടെ അടുത്ത് തന്നെ കേൾക്കാം. എന്താണ് ഇവര്, ആരാണ് ഇവര്, എന്തുകൊണ്ട് ഈ വേദിയിൽ വന്നു, ഇതൊക്കെ നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ സിതാര മാം. ഹായ് എവ്രി വൺ, എൻ്റെ പേര് സിതാര നർഗീസ് എന്നാണ്. എൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് ഒരു കോളേജ് പ്രൊഫസറായിരുന്നു ഞാൻ. എൻജിനീയറിങ്, എംടെക്, ബിഎഡ്, അതുപോലെ കൊച്ചി ഇൻഫോ പാർക്കിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫീൽഡിൽ നിന്ന് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു മേക്കപ്പ് ടീച്ചറായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഞാൻ ബ്രൈഡൽ മേക്കപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ബ്രൈഡൽ വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവലിലാണ് ഞാൻ ഒരു വുമൺ ഓൺട്രപ്രണറായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് നജില. സിസ്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ CEO ആണ്. അപ്പോൾ ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും, സിസ്കോ എന്ന് പറയുന്നത് 16 വർഷമായി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഒരു 15 years ഞങ്ങൾ സ്മാർട്ട് ഫോൺ എഞ്ചിനീയറിംഗ് മാത്രമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ ഞങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഈ വർഷം ഓഫീസ് ആൻഡ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനും IT എഞ്ചിനീയറിംഗ്, ലോജിസ്റ്റിക്സ്, ഈ 5 കോഴ്സുകളാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ CEO ആണ് ഞാൻ. ഹസ്ബൻഡും ഞാനും കൂടിയാണ് ബിസിനസ് റൺ ചെയ്യുന്നത്. എൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് BA ലിറ്ററേച്ചർ കഴിഞ്ഞതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബിസിനസ്സിലോട്ട് എൻ്റർ ചെയ്തിട്ട് എക്സിക്യൂട്ടീവ് MBA എടുത്തിട്ടുണ്ടായിരുന്നു 1 year. ഓക്കെ, രണ്ടാളെ പറ്റിയും ഇതിലും കൂടുതൽ ബ്രീഫ് നമ്മൾ ആങ്കറും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും പഠിച്ച ഒരു കാറ്റഗറി മാറി പാഷനിലേക്ക് വന്നു അല്ലെ. ഒരു ടീച്ചിങ് എന്നുള്ളതാണ് അല്ലെ, പക്ഷെ അത് എൻ്റെ ടീച്ചർ തന്നെയാണ് അല്ലെ. പക്ഷെ ഒരു ഓണ്ടർപ്രണർഷിപ്പും കൂടിയും അതിൽ ആഡ് ചെയ്തിട്ട് വന്നു. അപ്പോൾ ശരിക്ക് നമുക്കൊരു പാഷൻ ഉണ്ട്, ബിസിനസ്സിലൊരു പാഷൻ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്കൊരു ബിസിനസ്സിലേക്ക് എത്തിപ്പെടുത്താം, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ആ വേയിലേക്ക് കയറി വന്നത്? ഇപ്പോൾ ഒരു മേക്കപ്പ് എന്നുള്ള ഒരു സംഭവത്തിലേക്ക് എങ്ങനെ ഒരു എംടെക് കഴിഞ്ഞ, അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞ്, എംടെക് കഴിഞ്ഞു, ബിഎഡ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് 3 വർഷം IT ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തു, അത് കഴിഞ്ഞ് എങ്ങനെയാണ് ഈ ഒരു പാഷനോട് എത്തി അതിനൊരു ബിസിനസ് ആക്കി മാറ്റിയത്? ഇൻബിൽഡ് ആയിട്ട് നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലും ഓരോ പാഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് തോന്നുകയാണ് ഈ ഒരു ഫീൽഡിൽ നിന്ന് മാറി ചിന്തിക്കണം. കാരണം ഒരു വുമൺ ഓണ്ടർപ്രണർ ലെവലിൽ നമുക്ക് എത്തിപ്പെടാൻ ഈ ഒരു പാഷൻ നമുക്ക് ഓക്കെ ആണ്. കാരണം ഞാൻ ഡിഗ്രി കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവരെയാണ് ഞാൻ ആദ്യം ബ്രൈഡ്സിനെ മേക്കപ്പ് ചെയ്യുമ്പോൾ മേക്കപ്പ് കൊടുത്തിരുന്നത്. ആ കുട്ടികളാണ് എൻ്റെ ഫസ്റ്റ് എൻ്റെ സ്റ്റുഡൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. ആ ഒരു ടൈമിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു സ്റ്റുഡൻറ്റ് എനിക്ക് 2 സ്റ്റുഡൻ്റായി, പിന്നെ അത് 3ആയി. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു പ്രീമിയം കാറ്റഗറിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതെന്ന് ഒരു 18 ലെവലിലേക്ക് എത്തുമ്പോൾ നമ്മൾ അറിയാണ് നമ്മളുടെ ഉള്ളിലുള്ളത് ടീച്ചിങ് ആണ്. അത് മേക്കപ്പിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഹാപ്പി ആവണം. നമ്മൾ പാഷൻ വരുമ്പോൾ നമ്മൾ അഗെയിൻ ഒന്ന് ഹാപ്പി ആവണം. സോ ഐ ഫോക്കസ് ദാറ്റ്. ഓക്കെ, നജില മാഡത്തിൻ്റെ ആക്ച്വലി ഹസ്ബൻഡ് സ്റ്റാർട്ട് ചെയ്തതാണ് അല്ലെ. 2009 സിസ്കോ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ആഫ്റ്റർ കൊറോണ ആയിരിക്കും എനിക്ക് തോന്നുന്നത് നജമ അതിലേക്ക് എത്തിയത്. ആ സ്റ്റോറി എങ്ങനെയാണ് ശരിക്കും? എങ്ങനെയാണ് സിസ്കോയിൽ ജോയിൻ ചെയ്തത്, എങ്ങനെയാണ് എത്തിയത്? സത്യം പറഞ്ഞാൽ ഒട്ടും താല്പര്യമില്ലാതെ വന്ന ഒരാളാണ്. കാരണം കോവിഡിന്റെ സമയത്ത് എല്ലാം കംപ്ലീറ്റ് സ്റ്റക്കായി. കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ആരും തന്നെ പണി കിട്ടുക. എന്ത് പ്രളയം വന്നാലും, ഒന്ന് കാറ്റടിച്ച് കഴിഞ്ഞാലോ ആദ്യം പണി കിട്ടുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ്. യെസ്. അപ്പോൾ അതുപോലെ തന്നെ കൊറോണ വന്ന സമയത്തും കംപ്ലീറ്റ് അടച്ചിട്ടു. റെൻറ്റും കാര്യങ്ങളും പെൻഡിങ് ആയി. പിന്നെ സ്റ്റാഫുകളുടെ സാലറിയും കാര്യങ്ങളും. ഇപ്പോൾ 5 years ആയിട്ട് നമ്മളുടെ കൂടെയുള്ള സ്റ്റാഫുകളൊക്കെ
പോയി. പിന്നെ അവർ വരാൻ പറഞ്ഞാൽ വരില്ല. അപ്പോൾ ആ സമയത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ആരില്ലെങ്കിലും ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബിസിനസ്സിലോട്ട് വന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ 2019 വന്നത്. ഇപ്പോൾ 6 years ആയി. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് ബിസിനസ്സൊക്കെ പോകുന്നു, മുന്നോട്ട് പോകുന്നു. ഹസ്ബൻഡിനെ കുറിച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. ഹസ്ബൻഡിൻ്റെ പേര് മൊയ്തു കീശ്ശേരി. ആളൊരു ട്രെയിനറാണ്. പിന്നെ ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത ഫൗണ്ടറാണ്. കാരണം ഒരു സ്മാർട്ട് ഫോൺ എഞ്ചിനീയറിംഗ് ആയിരുന്നു മൂപ്പര് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് സർവീസ് സെൻ്ററൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമായിരുന്നു പെരിന്തൽമണ്ണയിൽ. അപ്പോൾ ആ ഒരു സമയത്താണ് ആ ഒരു സ്റ്റുഡൻറ്റ് വന്ന് ചോദിച്ചത് എനിക്ക് ഈ ഒരു കോഴ്സ് പഠിപ്പിച്ച് തരുമെന്ന്. അപ്പോൾ ആ ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യലി ഭയങ്കര തീരെ ഇല്ലാത്തൊരു കുടുംബത്തിൽ നിന്ന്, ഒരുപാട് പ്രാരാബ്ദമൊക്കെ ഉള്ള കുടുംബത്തിൽ നിന്ന് വന്നൊരു സ്റ്റുഡൻറ്റ് ഇക്കാനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇക്കാക്ക് ഭയങ്കര സങ്കടപ്പെട്ടിട്ട് ആ കുട്ടിക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കോഴ്സ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആ ഒരു കുട്ടീൻ്റെ റെഫറൽ വഴി വീണ്ടും ഒരു സ്റ്റുഡൻറ്റ് വരികയാണ്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ ചോദിച്ചു എനിക്കും കൂടെ പഠിപ്പിച്ച് തരുമോ എന്നുള്ളത്. അപ്പോൾ ആ സമയത്താണ് ഇക്കാക്ക് ഇങ്ങനെ ക്ലിക്കായത് എന്തുകൊണ്ട് ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തുകൂടാ. കാരണം പെരിന്തൽമണ്ണ അന്ന് ഒരു സ്മാർട്ട് ഫോൺ എഞ്ചിനീയറിംഗിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല. അപ്പോൾ അങ്ങനെയാണ് 2019 ഇക്കാൻ്റെ 21ാമത്തെ വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 16 years ആയി സ്റ്റാർട്ട് ചെയ്തിട്ട്. സൂപ്പർ. ഇപ്പൊ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ഇപ്പോൾ ഏകദേശം നമുക്ക് 16 വർഷം കൊണ്ട് നമ്മൾ എബോ ഒരു 4000 അടുത്ത് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരാൾക്ക് പഠിപ്പിച്ചു തുടങ്ങിയതാണ്. അതെ, ഞങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത് എംപവർ ദ സൊസൈറ്റി ത്രൂ എഡ്യൂക്കേഷൻ എന്നാണ്. അപ്പോൾ 4000 സ്റ്റുഡൻസ്, ഏകദേശം 4000 സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ട് ഏകദേശം ഒരു 300-ലധികം ഓണ്ടർപ്രണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 300-ലധികം ഓണ്ടർപ്രണേഴ്സ്, ബിസിനസ്സുകാരെ അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓക്കെ. സിതാരയിലേക്ക് വരുന്ന സമയത്ത് ഹസ്ബൻഡ് ഫാമിലി എങ്ങനെയൊക്കെയാണ്? ഒന്ന് നമ്മൾ ലേഡീസ് ഒരു ഓണ്ടർപ്രണർ ലെവലിൽ വരിക എന്ന് പറയുന്നത് ഹൈലി റിസ്ക് ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഫാമിലിയിൽ നമ്മൾ എത്രത്തോളം സക്സസ് കൊടുക്കുന്നോ അതിലാണ് നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ സക്സസ് ആവുക. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ അൾട്ടിമേറ്റ് എൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഫാമിലിയാണ്, സ്പെഷ്യലി എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ഞാൻ BTech പഠിച്ചു, MTech പഠിച്ചു, B.Ed പഠിച്ചു, അത് കഴിഞ്ഞ് കോളേജിൽ പഠിപ്പിച്ചു. ഇതിൽ നിന്നൊക്കെ വീണ്ടും അവരെന്നെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ബ്രൈഡൽ ഡിപ്ലോമ എടുക്കുമ്പോഴും വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഇനി എന്താണെന്നുള്ളത്. അപ്പോൾ അത് ക്ലിക്കായപ്പോൾ പിന്നെ ഫുൾ റെസ്പെക്റ്റും അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഓരോ സ്റ്റുഡൻസും ഒരു സ്റ്റുഡൻറ്റിനെ വരെ നമുക്ക് മന്ത്ലി അവർക്കൊരു 1 lakh ഏൺ ചെയ്യുന്ന ലെവലിൽ നമുക്കൊരു സ്റ്റുഡൻറ്റിനെ കൊണ്ടുവരാം. കാരണം അവരെ പഠിച്ച റിസൾട്ട് വെച്ചിട്ട് അവരുടെ ബിസിനസ്സിൽ അവർക്ക് അത്രയും എന്താ പറയുക ആ ഒരു ലെവലിൽ എത്താൻ കഴിയുക എന്ന് പറയുന്നത് ലേഡി ഓണ്ടർപ്രണേഴ്സിനെ സംബന്ധിച്ചിട്ട് ഭയങ്കര റിസ്ക്കാണ്. അതെനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. രണ്ടുപേർക്കും കുട്ടികളുണ്ട്, 2 പേരുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ഫാമിലി ലൈഫും കുട്ടികളെയും ഹസ്ബൻഡിനെയും ഫാമിലിയിലെയും ഒപ്പം ബിസിനസ്സും കൊണ്ട് നടക്കുന്നതിന്റെ ഒരു സീക്രട്ട് എന്താണ് ശരിക്കും? അത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എത്ര സ്ട്രഗ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫാമിലി സപ്പോർട്ട് അൾട്ടിമേറ്റ് ആണ്. അപ്പോൾ നമുക്ക് കിഡ്സിനൊക്കെ ഇപ്പോൾ ഞാൻ പഠിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മൾ അവരുടെ ഡേ കെയർ അങ്ങനെ ഓരോ സെഷനൊക്കെ നമ്മൾ മാനേജ് ചെയ്തിട്ടാണ് പോവുക. പക്ഷേ കിഡ്സിനെ ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഒക്കെ അവരവരുടെ സപ്പോർട്ടിൽ വരുമ്പോഴാണ് നമുക്ക് അവിടെ എത്താൻ പറ്റും. എനിക്ക് മെയിനായിട്ട് അത് ഫാമിലി എന്നുള്ള സപ്പോർട്ടിലാണ് ഞാനിത് മാനേജ് ചെയ്യുന്നത്. മാഡത്തിന്റെ കേസിലോ? എൻ്റെ കേസ് പറയുമ്പോൾ ഞാനും ഹസ്ബൻഡും ഒന്നിച്ചിട്ടാണ് ബിസിനസ് നടത്തുന്നത്. അപ്പോൾ കംപ്ലീറ്റ് 24 hours ഞങ്ങൾ ഒരുമിച്ചാണ്. പിന്നെ 2 മക്കളുണ്ട്, ഒരാൾക്ക് 7 വയസ്സായി, ഒരാൾക്ക് 1 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ആള് 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഡേ കെയറിൽ കൊണ്ടാക്കി. അപ്പോൾ അതിന് എന്താ ഫാമിലിയിൽ നിന്ന് ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ചെറിയ കുട്ടീനെയാണോ കൊണ്ടുപോയി ആക്കി എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ നമ്മൾ എന്ത് പറഞ്ഞാലും ഇപ്പോൾ ആളെ കൊണ്ടുവരാം, എനിക്ക് കുട്ടീനെ കൊണ്ടുവരാം. പക്ഷെ നമുക്ക് പ്രോപ്പർ ടൈമിൽ ഫുഡ് കൊടുക്കാൻ പറ്റില്ല, ഫീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അവൾക്ക് ബുദ്ധിമുട്ടാണ്. എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഡെലിവറിൻ്റെ ടൈമിൽ 7 മണിക്കാണ് ഞാൻ ഓഫീസിൽ നിന്ന് പോകുന്നത്. ഓഫീസിൽ നിന്ന് എല്ലാം മസേജ് ചെയ്ത് കൊടുത്ത് സ്റ്റാഫുകളോട് ടാറ്റ ബൈ ബൈ, നാളെ എന്തപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കുട്ടിനെ കാണാൻ വേണ്ടിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് 9 മണിക്ക് എന്തപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. 11 മണിക്ക് സിസേറിയൻ കഴിഞ്ഞു. കുട്ടീനെ കൈ കെട്ടി. അപ്പോൾ എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി ടൈമിൽ എനിക്ക് തീരെ ടൈം കിട്ടിയിട്ടില്ല. കംപ്ലീറ്റ്ലി ഞാൻ എൻഗേജഡ് ആണ്. അപ്പോൾ ശരിക്കും പ്രഗ്നൻസിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഇപ്പം നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് ഒരുപാട് മൂഡ് സ്വിങ്സ്, ഒരുപാട് ഡിപ്രഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ലേഡീസിനെ സംബന്ധിച്ച് വരും. അത് 95% സ്ത്രീകൾക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മൾ എന്തിനെങ്കിലും എൻഗേജഡ് ആവുക. അപ്പോൾ ഞാൻ സെക്കൻഡ് പ്രഗ്നൻസി ഭയങ്കര എൻജോയ് ചെയ്തിട്ടൊരു ഇതായിരുന്നു. പിന്നെ നമുക്ക് വേറെ ടെൻഷൻസും കാര്യങ്ങളൊന്നും എന്താ പറയുക ആലോചിക്കാൻ ടൈമില്ല. പിന്നെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട്, ഫാമിലിൻ്റെ സപ്പോർട്ട്. ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് കാരണമാണ് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഇരിക്കുന്നത്. കാരണം ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സണും ആരോട് സംസാരിക്കാതെ ഒരു ടൈപ്പായിരുന്നു. കോളേജിൽ നിന്നാണെങ്കിലും സ്കൂളിൽ നിന്നാണെങ്കിലും അധികം ഫ്രണ്ട്സ് ഇല്ല, ആരോട് സംസാരിക്കില്ല. പിന്നെ ഭയങ്കര പേടിയായിരുന്നു.
അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് എന്താ ഇപ്പോൾ അദ്ദേഹമാണ് എന്നെ ഈ ഒരു ലെവലിലോട്ട് വളർത്തി കൊണ്ടുവന്നത്. ഓക്കെ, സൂപ്പർ സൂപ്പർ. അപ്പോൾ ഈ ഒരു ജേർണിയിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തൊരു പോയിന്റ് എന്തായിരിക്കും ആസ് എ വുമൺ എന്റർപ്രണർ? ഒരു സൊസൈറ്റിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് ആക്ച്വലി. അപ്പോൾ ഒരു വുമൺ എന്റർപ്രണർ എന്നുള്ള നിലക്ക് ഈ വന്ന ജേർണിയിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത ഏതെങ്കിലും ഒരു പോയിന്റ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒരു പോയിന്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും? അപ്പോൾ എൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇക്കാൻ്റെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും എൻ്റെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും ബിസിനസ്സോ അതൊക്കെ പെൺകുട്ടികൾക്ക് പറഞ്ഞതാണോ എന്നുള്ള ചോദിച്ചിട്ട് ഭയങ്കര ഒബ്ജക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഇക്കാൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ ലേഡീസിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ എന്താണോ അതായിരിക്കില്ല നെക്സ്റ്റ് സെക്കൻഡിൽ. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് പോകുകയെന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഫാമിലി തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് പ്രയോറിറ്റി ആണ് ബിസിനസ്. അപ്പോൾ രണ്ടും മാനേജ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാമിലി സപ്പോർട്ടും കൂടെ വേണം. പിന്നെ സൊസൈറ്റി അതിന് നെഗറ്റീവും ഉണ്ടാവും പോസിറ്റീവും ഉണ്ടാവും. അത് നമ്മൾ അങ്ങനെ കണ്ടില്ല എന്നുള്ള രീതിയിൽ പോവുക. കാരണം പോസിറ്റീവ് ഏറ്റെടുത്ത് നെഗറ്റീവൊക്കെ തള്ളിക്കളയുക. അതിൽ കാര്യം ഉണ്ടെങ്കിൽ നമ്മളത് എന്താ ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്യണം. നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മളത് ഇമ്പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ അത് ലീവ് ചെയ്യുക. അത്രേ ഉള്ളൂ. സിദ്ധാർത്ഥ കേസിലോ ഒരു വുമൺ എന്റർപ്രണർ ആയിട്ട് വന്ന സമയത്ത്, അതായത് പഠിപ്പിക്കുന്നു, അത് കഴിഞ്ഞ് കുറേ ഫാമിലി സൈഡും ഒക്കെ, അതല്ലാതെ ഒരു എന്റർപ്രണർഷിപ്പിലേക്ക് വന്ന സമയത്ത് ആസ് എ എന്റർപ്രണർ എന്തൊക്കെ ചലഞ്ച് ചെയ്തു? ഫാമിലി അല്ലാതെ എന്തൊക്കെ ചലഞ്ചസുകൾ വന്നിട്ടുണ്ടാവും? ഓക്കെ, എനിക്ക് സ്ട്രഗിൾ വന്നിട്ടുള്ളത് ഫാമിലിയിൽ എല്ലാവരും ഗവൺമെൻറ് സർവീസാണ്. എൻ്റെ ഫാദർ ഒരു കോളേജ് പ്രൊഫസറാണ്, സിസ്റ്റർ അങ്ങനെയാണ്, ബ്രദർ അങ്ങനെയാണ്, ഞാനും കോളേജ് പ്രൊഫസറാണ്. ഇതിൽ നിന്നൊരു ജമ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫാമിലിയിൽ നിന്ന് ഒരുപാട് സംസാരം വരും. കാരണം നമുക്കിപ്പോൾ ഇതെല്ലാം ഒഴിവാക്കിയിട്ടാണോ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സിലേക്ക് ഇറങ്ങുന്നത്? ആ ഒരു ലെവൽ ഏതൊരു ലേഡിക്കും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണത്. ഇപ്പം എനിക്ക് വരുന്ന സ്റ്റുഡൻസിനും നമ്മൾ കാണുന്ന കുറേ കാര്യങ്ങളാണത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. അതായത് ഒരു കുറച്ചു കാലം ഉപ്പ എനിക്കൊരു സമയം തന്നു. അപ്പോൾ അതിൽ മന്ത്ലി നമുക്കൊരു 4 lakh ടേൺ ഓവർ എന്നൊക്കെ പറയുമ്പോൾ അത് പെട്ടെന്ന് വരുന്ന ഒരു ഗ്രോത്തുമാണ്. അവർക്കൊരു നമ്മളെ ഒരു വാവ് എന്നുള്ള എഫക്റ്റിൽ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഫാമിലി നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതെനിക്ക് വന്നിട്ടുള്ള ഒരു പേഴ്സണലായിട്ടുള്ള വന്നിട്ടുള്ളൊരു സ്ട്രഗിളാണ്. പിന്നെ അക്കാഡമി ലെവലിൽ വന്നിട്ടുള്ളതൊക്കെ ഫിനാൻഷ്യൽ വരുന്നതൊക്കെ എനിക്ക് ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ സെലിബ്രിറ്റീസിന്റെ ബ്രൈഡൽ സൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഐ തിങ്ക് ആരൊക്കെയാണ് ചെയ്തത് നമ്മളെ സ്റ്റുഡൻസിനെ അറിയാൻ വേണ്ടിയിട്ട്? ഞാൻ ചെയ്തിട്ടുള്ളത് അന്ന രാജൻ, പിന്നെ മാളവിക മേനോൻ, പിന്നെ അനുമോൾ, അങ്ങനെ കുറച്ച് പേരുണ്ട്, സാധിക. ഓക്കെ, അപ്പോൾ ഒരു ഫീൽഡ്, അതായത് പഠിപ്പിക്കുന്ന ഒരു ഫീൽഡിൽ നിന്ന് ഈ ഫീൽഡിലേക്ക് പുതുതായിട്ട് വരുന്നു. ആൻഡ് ഒരു 2 yearsലായിരിക്കും ഇവരെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക. എത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഇവരിലേക്ക് എത്താൻ, ഒരു സെലിബ്രിറ്റിയിലേക്ക് എത്താനുള്ള സാഹചര്യം കിട്ടിയത് എങ്ങനെയാണ്? മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാനും ഒരു ലെവൽ ഒരു ബിഗിനർ ആയിരുന്നു. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ നിങ്ങളാകുന്ന സ്റ്റുഡൻസിനെ പോലെ തന്നെ വരുന്ന ഒരു ബിഗിനറായിട്ടാണ് എൻട്രി ചെയ്തത്. അതിൽ നിന്ന് എന്ത് ചെയ്തു, സ്റ്റാർട്ടിങ്ങിൽ നമ്മളെപ്പോഴും ബ്രൈഡൽ വർക്ക് എടുക്കും, അത് ഫോട്ടോഗ്രാഫി ഷൂട്ട് ചെയ്യും. പക്ഷെ അപ്പോഴൊക്കെ ഒരു കോമൺ കമ്മ്യൂണിറ്റി ലെവലിലുള്ള ഒരാളായിട്ട് തന്നെയാണ് ഞാൻ നിന്നിരുന്നത്. അതിൽ നിന്ന് എങ്ങനെ പബ്ലിക്കിലേക്ക് എത്തിക്കുക എന്നുള്ളത് പിന്നെ ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണ് എൻ്റെ മൈൻഡ് സെറ്റിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു ഐഡിയ വന്നത്. പിന്നെ ആ ഒരു ഐഡിയ എസ്റ്റാബ്ലിഷ് ചെയ്തതും ഇറ്റ്സ് ഫ്രം, എനിക്ക് തോന്നുന്നത് എൻ്റെയും കൂടെ ഒരു ടീച്ചറാണ് റൈസ്. കാരണം കുറേ കാര്യങ്ങൾ നമുക്ക് അതിന് പഠിക്കാൻ പറ്റും. കാരണം ഇങ്ങനെയൊക്കെ മാർക്കറ്റിങ്ങിലുണ്ട്. കാരണം ഒരാളുടെ ബിസിനസ്സിനെ ഒരു ഹൈ എൻഡ് ലെവലിൽ എത്തിക്കണമെങ്കിൽ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ടായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു. അങ്ങനെയാണ് എനിക്ക് പബ്ലിക്കിൽ ഒരുപാട് ലീഡ്സ് ജനറേറ്റ് ചെയ്യാനും, ലീഡ്സ് വന്ന് തുടങ്ങിയിട്ടാണ് പേജിനെ കുറച്ച്, കാരണം ഒരു സെലിബ്രിറ്റി നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളുടെ വർക്കിലും നമ്മളെ പേജിലും ക്വാളിറ്റി വേണം. അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പിന്നെ എനിക്ക് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി തുടങ്ങിയത്. നജ്ല മാഡത്തിന്റെ കേസിൽ ഇപ്പൊ സിസ്കോ ഏകദേശം 16 വർഷമായി ഹോർഡിങ്സുകൾ കാണുന്നുണ്ട്, നോട്ടീസ് കണ്ടിട്ടുണ്ട്, പേപ്പറിന്റെ ഒപ്പം കണ്ടിട്ടുണ്ട്, ആൻഡ് സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട്. ആൻഡ് സോഷ്യൽ മീഡിയയുടെ കേസ് വരുമ്പോൾ എങ്ങനെയാണ് ഇതിനെ സോഷ്യൽ മീഡിയയിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്, അല്ലെങ്കിൽ സിസ്കോനെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ബ്രാൻഡ് ചെയ്ത് തുടങ്ങിയത്? അതിൽ എന്തൊക്കെയാണ് ഒരു റോളുകൾ വരുന്നത്, എങ്ങനെയാണ് അതിനെ കൊണ്ടുവന്നത്? ഇപ്പൊ ഈ ഒരു 4000 സ്റ്റുഡൻസിലേക്ക് എത്തിക്കാൻ സോഷ്യൽ മീഡിയ എന്തായാലും സഹായിച്ചിട്ടുണ്ടാവും. അപ്പൊ ഏതൊക്കെ തരത്തിലാണ് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക? ഇപ്പോൾ സിസ്കോൻ്റെ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് ആക്റ്റീവ് ആവാൻ തുടങ്ങിയിട്ട് ഒരു 3 years ആയിട്ടുള്ളൂ. അതിൻ്റെ മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ FBയിലൊക്കെ പേജ് ഉണ്ട്. FBയിലൊക്കെ തോന്നുന്ന ഒരു 10 years ബിഫോറൊക്കെ ഉണ്ട്, പക്ഷേ ആക്റ്റീവ് അല്ല. ഇപ്പോൾ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ആക്റ്റീവ് ആവാൻ തുടങ്ങി 2 years. നന്നായിട്ട് വീഡിയോസ്, പിന്നെ
അപ്പോൾ 2K കിഡ്സിൻ്റെ വൈബ് എന്താണെന്ന് അറിയില്ല, കംപ്ലീറ്റ് വൈബിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും 90 കിഡ്സും 2K കിഡ്സിനെ കമ്പാരിസൺ ചെയ്യുമ്പോൾ അത് 2K കിഡ്സ് ഭയങ്കര ഇതാണെന്നൊക്കെ പറയും. പക്ഷേ ഈ 2K കിഡ്സിനുള്ള അത്ര പൊട്ടൻഷ്യൽ ശരിക്കും 90 കിഡ്സിന് ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരു 17 to 21 ഏജിൻ്റെ ഇടയിലുള്ള കുട്ടികളാണ്. അപ്പോൾ അവരുടെ വൈബ് അറിഞ്ഞിട്ട് എന്താണ് അവർക്ക് കൊടുക്കേണ്ടത്, എന്താണ് അവർക്ക് വേണ്ടതെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഓരോ കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മളുടെ ക്യാമ്പയിനിങ് ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾ മറ്റേ FB, ഇൻസ്റ്റഗ്രാം, അത് FB മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പാരൻസിനാണ്. കാരണം ഈ ഒരു ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികൾ FBയിൽ ഉണ്ടാവില്ല. പിന്നെ ഇൻസ്റ്റഗ്രാം, നമ്മളുടെ മെയിൻ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ തന്നെയാണ്. അവർ ഫുൾ ടൈം അതിൽ എൻഗേജ്ഡ് ആണ്. അപ്പോൾ നമ്മൾ പറയും അവർ ഫുൾ ടൈം ഫോണിലാണെന്നുള്ളത്, ഓക്കെ, പക്ഷെ അവരെന്തെങ്കിലും സെർച്ച് ചെയ്തോണ്ടിരിക്കും, എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവരെ മെയിനായിട്ട് എൻഗേജ് ചെയ്യുന്ന എന്തെങ്കിലും രൂപത്തിലായിരിക്കണം നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ. അപ്പോൾ പറഞ്ഞു വന്നത് എന്നെ പോലത്തെ 2K കിഡ്സിനെ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാം അല്ലേ? പിന്നെ മറ്റു 90s-നെയൊക്കെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കാം. നിന്നെ പോലെയുള്ള ഓക്കെ, റെഡി. അപ്പോൾ അതിലൊരു ക്ലിയർ ആണ് സംഭവം. അതായത് നമ്മളെപ്പോഴും സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്യാൻ ഇപ്പോഴും ഇൻസ്റ്റാഗ്രാം തന്നെയാണ്. ആൻഡ് എസ്പെഷ്യലി പാരൻസിനെങ്കിലും നമ്മൾ കൺവിൻസ് ചെയ്യണം. അപ്പോൾ അവർക്ക് നമുക്ക് ഫേസ്ബുക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ സിതാരയുടെ കേസിൽ വരുമ്പോൾ ഇൻസ്റ്റാഗ്രാം ആണോ, ഫേസ്ബുക്ക് ആണോ, യൂട്യൂബ് ആണോ, അതോ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഈ ഫീൽഡിൽ വരുന്നതിന് മുമ്പ് ടീച്ചറായിരുന്നു. അപ്പോൾ കോളേജിൽ ഫിനാൻസ്, ടാക്സ്, കോർപ്പറേഷൻ എല്ലാ സ്റ്റുഡൻസിനും എടുക്കുമ്പോൾ ഇവർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം എന്നുള്ളത്. പക്ഷെ എനിക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെ അറിയില്ലായിരുന്നു. പിന്നെ നിർബന്ധിതാവസ്ഥയിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ചെയ്തിട്ടുള്ള വർക്കൊക്കെ അപ്ലോഡ് ചെയ്തു. ഇപ്പോൾ സ്റ്റുഡൻസൊക്കെ അതാണ് ചെയ്യുന്നത്. അവർ പഠിക്കാൻ വരുമ്പോഴേ അവരൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഈ വർക്കിനെ എനിക്ക് കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇതെങ്ങനെ സോഷ്യൽ മീഡിയ വൈറലാകും. കാരണം ഈ വൈറൽ എന്നുള്ളതാണല്ലോ എല്ലാവരും കേൾക്കുന്നത്. അപ്പോൾ എങ്ങനെ ഒരു റീല് വൈറലാക്കണം, എല്ലാവരും ഇപ്പോൾ അതിൻ്റെ പേരിലാണ്. കാരണം കുറേ ഡാൻസ് ചെയ്തിട്ടാണെങ്കിലും കണ്ടന്റിനെ മാക്സിമം എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അങ്ങനെ തന്നെയാണ് ഈ ഒരു ഇതിലേക്ക് വന്നത്. പക്ഷെ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഇന്ന് എല്ലാവർക്കും ആക്സസബിൾ ആണ്. അതായത് നമ്മൾ പണ്ടൊരു ഹോർഡിങ് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോസ്റ്റ്ലി ആണ്, ഇന്നും കോസ്റ്റ്ലി ആണ്, അത് എല്ലാവർക്കും ആക്സസബിൾ അല്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ആക്സസബിൾ ആണ്, ഫ്രീ ഓഫ് യൂസ് ആണ്, ഈസിലി ബ്രാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കോമ്പറ്റീഷൻ ഭയങ്കര ടൈറ്റ് അല്ല ഇതിൽ. അപ്പോൾ അവിടെ എങ്ങനെ നമുക്ക് മാറി നിൽക്കാൻ പറ്റും? അല്ലെങ്കിൽ അതിലെന്തെങ്കിലും സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ രണ്ടുപേരും? തീർച്ചയായിട്ടും അതിൽ നല്ല സ്ട്രാറ്റജി ഉണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ തുടങ്ങിയ പോലെ തന്നെ നമ്മളുടെ കോമ്പറ്റീറ്ററിന് എന്ത് ചെയ്യാം, ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അതിൽ നിന്ന് നമ്മൾ എങ്ങനെ സ്പെഷ്യൽ ആവണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. കാരണം ആ ഡിസിഷനാണ് അയാളുടെ ഗ്രോത്തിലേക്ക് എത്തുക. അതിന് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. കാരണം കാരണം നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാവും ഓരോ റീൽസൊക്കെ. കാരണം ഒരു ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. സെലിബ്രിറ്റീസ് ആണെങ്കിൽ അവർക്ക് പേയ്മെന്റ് ഉണ്ടാവും, അവരുടെ ഹോട്ടൽ പേയ്മെന്റ്, അവരുടെ ഒരുപാട് കാര്യം. കാരണം അവർ പ്രീമിയം ലെവലിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫർ വരെ സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫേഴ്സ് ആവും. അപ്പോൾ ഈ ചെയ്ത വർക്കിനെ പബ്ലിക്കിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു ഹൈലി ടാസ്ക് ആണ്. ആ സമയത്താണ് നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത്. കാരണം ഒരു ഡിജിറ്റൽ മാർക്കറ്റ് ആ രീതിയിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്യണം, നമ്മൾ അവരെ ഏൽപ്പിക്കുക. പിന്നെ അവരുടെ പാർട്ടാണ് അത്. ഏറ്റവും പ്രോപ്പറായിട്ട് എങ്ങനെയാണോ ചെയ്യുന്നത് എന്നുള്ളത് അതും ഒരു ഡിസിഷനാണ്. കാരണം ആരാണ് ഇതിൽ പുലികളായിട്ടുള്ളത്, ആർക്കാണ് ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ ഓക്കെ. നജിൽ മാഡത്തിന്റെ കേസിലെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളില്ല, പക്ഷെ ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടുകളോട് തട്ടി നടക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് നിൽക്കുന്നു, ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ സ്ട്രാറ്റജീസുകളാണ് ശരിക്കും ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ഞാൻ മൊയ്തുഖാനെ എനിക്ക് പേഴ്സണലി പരിചയമുണ്ട്. മൊയ്തുഖ ഞാൻ കൊടുകുത്തിമലയിൽ രാവിലെ നടക്കാൻ കുട്ടികളെ കൊണ്ട് പോകുന്നു, ആൻഡ് BNA മീറ്റിംഗിലേക്ക് കുട്ടികൾ, അങ്ങനെ കുറെ ഡിഫറെന്റ് സംഭവങ്ങൾ ഞാൻ മൊയ്തുഖാൻ്റെ നിന്ന് കണ്ടിട്ടുണ്ട്. മാസ്റ്റർ മൊയ്തു എന്നാണ് BNA പറയാറ്. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ, സോഷ്യൽ മീഡിയയിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാറ്? അപ്പോൾ നമുക്ക് ഡേ ബൈ ഡേ നമ്മുടെ കോമ്പറ്റീറ്റർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെയൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള USP വേണം. അതായത് യൂണിക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ എന്ന് പറയും. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റും ആളുകളോട്, ഇവിടെ ജോയിൻ ചെയ്തോളൂ, എന്തിന് ജോയിൻ ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ കുറേ കേസിൽ ഞങ്ങൾക്ക് വരാറുണ്ട്, സ്റ്റുഡൻസ് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്ത വർഷം ഉണ്ടാവില്ല. അപ്പോൾ അവർ പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവില്ല അവർ. അപ്പോൾ ഇവിടുന്ന് എന്താ പ്ലേസ്മെൻറ്റ് ചോദിച്ചിട്ട് വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നമ്മളൊരു 1 month അപ്ഡേഷൻ കൊടുത്തിട്ട് പ്ലേസ്മെൻറ്റിന് പറഞ്ഞേക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കുറേ വരും, കോമ്പറ്റീറ്റേഴ്സ് കുറേ വരും. പക്ഷേ കോമ്പറ്റീറ്റേഴ്സ് വരുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം,
അപ്പോൾ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് വന്നു, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു സെയിം കാറ്റഗറിയിൽ തന്നെ. അപ്പോൾ നമ്മൾ മാക്സിമം ക്വാളിറ്റിയിൽ കൊടുക്കാൻ നോക്കും. പിന്നെ ഞങ്ങളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഇന്നൊരു കണ്ടന്റ് ഇടാണെന്നുണ്ടെങ്കിൽ അടുത്തത് എന്താ ഇപ്പോൾ ഞാൻ മൊയ്തുക്കാനോട് പറയും നാളെ ഈ സെയിം കണ്ടന്റ് വരും കേട്ടോ അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിന്. കാരണം കോപ്പി അടിക്കാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാവും. പക്ഷേ അവിടെ കോപ്പി അടിക്കൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ, നമുക്കൊരു കോർ വാല്യൂ ഉണ്ടെങ്കിൽ അത് കോപ്പി അടിക്കാൻ പറ്റില്ല. അപ്പോൾ മൊയ്തുക്കാരുടെ കേസ് പറയുന്നില്ല, കുട്ടികളെ കൊണ്ട് എല്ലാ വീക്കിലും ക്യാമ്പിന് പോകാറുണ്ട്. ഇപ്പോൾ കുളത്തിൽ എന്തപ്പോൾ നീന്തൽ അറിയാത്ത കുട്ടികളെ എന്തപ്പോൾ കുളത്തിൽ കൊണ്ടുപോയി നീന്തൊക്കെ പഠിപ്പിക്കും, ഡ്രൈവിംഗ് അറിയാത്ത കുട്ടികളെ ഡ്രൈവിംഗ് പഠിപ്പിക്കും, അതുപോലെ ട്രെക്കിങ്ങിന് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ ഈ 2K കിഡ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ലഹരി ഉപയോഗിക്കുന്ന കേസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 വീക്ക് അവർക്ക് സസ്പെൻഷൻ കൊടുത്തിട്ട് കൗൺസിലിങ്ങിന് വിടും. പക്ഷേ ഈ കൗൺസിലിംഗ് കഴിഞ്ഞ് ഈ കുട്ടികൾ വരുമ്പോൾ ഭയങ്കര പൊട്ടൻഷ്യലായിരിക്കും ഇവർക്ക്. അപ്പോൾ ലാസ്റ്റ് ഇയർ ഞങ്ങൾ ആലുവയിൽ അരുൺ എന്ന് പറയുന്ന ഒരു കുട്ടീൻ്റെ ഷോപ്പിന് ഇനാഗുറേഷന് പോയി. അപ്പോൾ ഈ കുട്ടീനെ അങ്ങനെ പിടിച്ചിട്ട് ഞങ്ങൾ സസ്പെൻഷൻ കൊടുത്തിട്ട് കൗൺസിലിങ്ങിന് പറഞ്ഞ കുട്ടിയായിരുന്നു. അപ്പോൾ ആ കുട്ടീൻ്റെ അമ്മ വിളിച്ചിട്ട് പറയാണ്, ഞങ്ങൾ ഇവൻ ഇങ്ങനെ ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു, കരഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടേക്കാണ് ഞങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് നമുക്ക് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, അത് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ കഴിയില്ല. എത്ര കോപ്പി അടിച്ചാലും എത്ര കോമ്പറ്റീറ്റേഴ്സ് വന്നാലും നമുക്ക് സിസ്കോൻ്റെ ആയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ഒരു USP ഉണ്ട്. അപ്പോൾ അത് ബാക്കിയുള്ളവർക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. അത് ഞങ്ങളുടെ കോൺഫിഡൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ. പിന്നെ നെക്സ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി ഇപ്പോൾ AI കേൾക്കാത്തൊരു സ്ഥലമില്ല. അപ്പോൾ ഒരു ആഫ്റ്റർ ഒരു 2022 ശേഷം ChatGPT ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് AI ഒരുപാട് മുമ്പുണ്ട്, 90s തന്നെ ഉണ്ട് AI. പക്ഷേ ആഫ്റ്റർ ഈ ChatGPT ഒക്കെയാണ് പോപ്പുലറായി തുടങ്ങിയത്. ഗൂഗിളിൻ്റെ പോലെ തന്നെ ChatGPT പോപ്പുലറായി തുടങ്ങി. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഇന്ന് ChatGPT ആണ്. ബാക്കി എല്ലാ പ്ലാറ്റ്ഫോംസിനെയും പിന്തള്ളി കഴിഞ്ഞു. അപ്പോൾ ഈ സംഭവം എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രീനെ ബാധിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ ഒരു തോട്ട്? അതായത് AI വരുന്നതോട് കൂടിയിട്ട് തന്നെ പഠിക്കുന്ന കുട്ടികളുടെ ജോബ് പോകാൻ സാധ്യതയുണ്ടോ? പഠിക്കുന്നതിനെ ഈസി ആക്കാൻ പറ്റുമോ, അതോ അവർക്ക് റിസ്ക് കൂടുകയാണോ ചെയ്യുന്നത്? അപ്പോൾ നിങ്ങളുടെ ഫീൽഡിൽ AI എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് ബാധിക്കുകയാണോ അതോ ഹെൽപ്ഫുൾ ആയി മാറുകയാണോ ചെയ്യുന്നത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 രീതിയിലാണ്. അതായത് ഒരു ബിസിനസ് ഓൺടർപ്രണറെ സംബന്ധിച്ചിട്ട് പല കാര്യങ്ങളിലും നമുക്കതൊരു ഹെൽപ്പാണ്. ഇപ്പോൾ മേക്കപ്പ് ആണെങ്കിലും ഒക്കെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാവുമ്പോൾ ഐബ്രോ എല്ലാം സെലക്ട് ചെയ്ത് വരച്ച് ഒരാളുടെ ഹാർഡ് വർക്കാണ്. പക്ഷെ അത് AI വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പല നമ്മളുടെ നമ്മളുടെ പ്രോബ്ലംസിനും ഒരു സൊല്യൂഷനാണ് AI. അതായത് AI വെച്ച് ചെയ്യുന്ന പല ബിസിനസ്സിലും ഇപ്പം ചില സമയത്ത് നമുക്ക് സ്റ്റാഫിൻ്റെ ആവശ്യം വരില്ല. ഇനി ഒരു ഫ്യൂച്ചർ ലെവലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു AI പ്ലാറ്റ്ഫോമിൽ പോകും. പക്ഷെ ചില കാറ്റഗറി ബിസിനസ് ലെവലിൽ പല രീതിയിലാണ് പോവുക. ചില ബിസിനസ്സിൽ എന്ത് ചെയ്യും, ഇപ്പോൾ സ്റ്റാഫിനെ നമ്മൾ മാറ്റി അത് സബ്സ്റ്റിറ്റ്യൂട്ടോ AI വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, അവിടെ എംപ്ലോയീസിന് എടുക്കുന്നത് കുറവാണ്, അവിടെ നമുക്കൊരു നെഗറ്റീവ് വരുന്നുണ്ട്. ബട്ട് വാട്ട് എവർ ഇറ്റ്, AI എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം ഇനി തൊട്ട് ഇൻഡസ്ട്രിയിൽ നല്ലൊരു ബൂം എഫക്റ്റ് കൊടുക്കും. അതെ. കേസിൽ എന്തെങ്കിലും AI എന്തെങ്കിലും അല്ലെങ്കിൽ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തതോ എന്തെങ്കിലും ഒക്കെ ആയിട്ട്? AI ഞങ്ങൾ മാനേജ്മെന്റ് കോഴ്സിൽ ബേസിക് AI കൊടുക്കുന്നുണ്ട്. കാരണം അതിന്റെ ഇടയിൽ നമ്മളിപ്പോൾ മൊബൈൽ ടെക്നോളജി ആണല്ലോ പറഞ്ഞത്, വേറെ ഏതൊക്കെ കോഴ്സുകൾ ഉണ്ട്? അവിടെ ഞങ്ങൾ സ്മാർട്ട് ഫോൺ എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ 15 വർഷമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ ആണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ വർഷം നമ്മൾ ലോജിസ്റ്റിക്സ്, ഓഫീസ് ആൻഡ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, IT എഞ്ചിനീയറിംഗ്, ഈ ഒരു 3 കോഴ്സുകളും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 5 കോഴ്സുകളാണ് കൊടുക്കുന്നത്. ഇപ്പോൾ AIൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ബേസിക് AI കൊടുക്കുന്നുണ്ട്. കാരണം ഇനിയുള്ളൊരു കാലത്ത് AI ഇല്ലാതെ പറ്റില്ല. ഇപ്പോൾ എനിക്ക് സിസ്കോൻ്റെ കാര്യത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ പോലും ഞങ്ങൾ AI മോഡൽസിനെ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. കാരണം നമുക്ക് പക്ക നമ്മൾ റിയൽ എന്താണോ ഞാൻ ചോദിക്കുമ്പോൾ ക്രിയേറ്റേഴ്സിനോട് ചോദിക്കും, ഇത് ഏത് കുട്ടിയാണ്, അത് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ച കുട്ടിയാണോ? പല്ല മാം ഇത് AI ക്രിയേറ്റ് ചെയ്തതാണെന്ന് പറയും. കാരണം നമുക്ക് റിയൽ ഏതാണ് AI എന്നുള്ള അറിയാൻ പറ്റുന്നില്ല. പിന്നെ സിതാര പറഞ്ഞ പോലെ ചിലപ്പോൾ കുറച്ച് പേരുടെ ജോലിയൊക്കെ പോകുന്നുണ്ടാകും, പക്ഷെ അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും വരുന്നുണ്ട് ഈ ഒരു ഫീൽഡിൽ. പിന്നെ ഇപ്പോൾ എനിക്ക് 2 പേരോടായിട്ട് ചോദിക്കാനുള്ളത്, പണ്ടത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ, നമ്മൾ പഠിക്കുക, കാണാപ്പാഠം പഠിക്കാം, ആ ഒരു സംഭവം നിങ്ങളുടെ ഫീൽഡിൽ ഉണ്ടോ? അതായത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അതോ സ്കിൽ ഓറിയന്റഡ് ആണോ? സ്കിൽ ഓറിയന്റഡ് ആവുന്നതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? സ്കിൽ ഓറിയൻറ്റഡ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും, ഇപ്പോൾ മേക്കപ്പ് എൻ്റെ കാറ്റഗറി അതാണല്ലോ. അപ്പോൾ അതിൽ
പല രീതിയിലും ചെയ്യുന്നവരുണ്ടാവും. അത് നമ്മൾ യുണീക്ക് ആവുക നമ്മളെപ്പോഴും വിത്ത് സിലബസ് വിത്ത് കറക്റ്റ് ആ ഒരു മെത്തേഡിൽ പോകും. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, സൊല്യൂഷൻസ് ഈസി മെത്തേഡ്സ് ഒക്കെ കൊടുക്കാം. പക്ഷേ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്കെപ്പോഴും അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ സൂപ്പർ. മാഡത്തിന്റെ കേസിൽ അപ്പൊ അവിടെ മോസ്റ്റ്ലി ഞാൻ മനസ്സിലാക്കുന്ന സ്കിൽ ഓറിയന്റഡ് കോഴ്സുകളാണ് എൻ്റെ അതെ. അല്ലേ? നമ്മൾ സ്കിൽ ഓറിയന്റഡ് കോഴ്സാണ് കൊടുക്കുന്നത്. കാരണം ഇപ്പോഴത്തെ കാലത്തിന് സ്കില്ലിനാണ് പ്രധാനം. കാരണം നമ്മൾ തിയറി കുറേ കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല, അത് എങ്ങനെ ചെയ്യാന്നുള്ളത് അറിയുന്നില്ല. ഇപ്പോൾ ഇപ്പം എൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 18 വയസ്സായപ്പോൾ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 6 വർഷം ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് നമ്മളുടെ സ്കില്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം അത് മാത്രമല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം MBBS ആണെങ്കിൽ പോലും ഹൗസ് സർജൻസി ചെയ്യണം 1 ഇയർ. എന്താണ് തിയറി പഠിച്ചത് അവർക്ക് പ്രാക്ടിക്കലി കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്മാർട്ട് ഫോൺ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ പോലും തിയറി കുറച്ച് എന്ന് പറയുമ്പോൾ അതൊരു 1 മന്ത് പോലും ഇല്ല. 1 മന്ത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് ഇലക്ട്രോണിക്സ്. പക്ഷെ അതിൽ ഞങ്ങൾ 1 വീക്ക് ചുരുക്കിയിട്ട് അതിൻ്റെ ഒപ്പം തന്നെ പ്രാക്ടിക്കൽ കൊടുക്കാൻ തുടങ്ങി. കാരണം കുട്ടികൾക്ക് തീരെ ക്ഷമയില്ല. ഈ കാണാപ്പാടം പഠിച്ച് ഇരിക്കേണ്ടത് 2K കിഡ്സിനെ പ്രത്യേകിച്ച് അവർക്കത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കംപ്ലീറ്റ് പ്രാക്ടിക്കലിലോട്ട് പോകാന്നുള്ളതാണ്. അപ്പോൾ ഏതിലോട്ടാണെന്നുണ്ടെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിലും കുറച്ച് തിയറി പഠിച്ചിട്ട് ബാക്കി അവരെ ഇംപ്ലിമെൻറ്റേഷൻ ആണ്, എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് അവർ ചെയ്ത് പഠിക്കണം. ഇനിയുള്ള കാലത്ത് കംപ്ലീറ്റ് തിയറി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, എങ്ങനെ ചെയ്യണം എന്താണ് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഇപ്പോൾ എനിക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഇപ്പോൾ ഒരുപാട് പാഷനോട് കൂടിയിട്ട് വന്നിരിക്കുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ഡ്രീം ഉണ്ട്. ചില കുട്ടികൾക്ക് ഉണ്ടാവില്ല, ചില കുട്ടികൾക്ക് പോകുന്ന വഴിക്ക് പോട്ടെ എന്നുള്ളതും എത്തുന്നിടത്ത് എത്താം. പക്ഷേ നമുക്കൊരു പാഷൻ ഉണ്ട്, പക്ഷേ നമ്മൾ പല സ്ട്രഗിൾ കാരണം അതിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പൊ അതിനെ എങ്ങനെ കണ്ടെത്താം ആൻഡ് എങ്ങനെ നമുക്കൊരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട്, ഇപ്പൊ രണ്ടുപേരും നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്, എങ്ങനെ നമുക്കൊരു സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ആ പാഷനെ ഒരു റവന്യൂ മോഡലിലേക്ക് മാറ്റാം. നമ്മളിപ്പോൾ പാഷൻ ഉണ്ട് എന്ന് വെച്ചിട്ട് ഒരു 5 കൊല്ലം പൈസ ഒന്നും കിട്ടാതെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 കൊല്ലത്തോടെ അത് തീരേണ്ടി വരും. അതിലപ്പുറം ഫ്രം സ്റ്റാർട്ടിങ് തന്നെ നമുക്കൊരു ചെറിയ റവന്യൂ കിട്ടി വന്നു കഴിഞ്ഞാൽ പാഷൻ വിത്ത് ഇൻകം കൂടി ആവുന്ന സമയത്താണ് നമുക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിയുക. അപ്പൊ അതിനെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പ്രകാരം എങ്ങനെ ഒരു ഇൻകം സോഴ്സിലൂടെ കൊണ്ടുവന്ന് അതിനെ കൊണ്ടുപോകാൻ പറ്റും ഒരു പാഷനെ? നമുക്ക് ഒരുപാട് പാഷൻസ് ഉണ്ടാവും. അതായത് ഒത്തിരി അല്ല, ഇപ്പോൾ നമുക്ക് മ്യൂസിക് ഉണ്ടാവാം, അതുപോലെ ഡാൻസ് ഉണ്ടാവാം, മേക്കപ്പ്, ഇതൊക്കെ എൻ്റെ പാഷനാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഒരു സെക്കൻഡ് തോട്ട് അവിടെ കൊടുക്കണം. കാരണം നമുക്കെപ്പോഴും ഇപ്പോൾ പാട്ടൊക്കെ ഇൻഡസ്ട്രിയിൽ അത്രയും ഹൈ ലെവലാണെങ്കിലേ നമുക്കൊരു റീച്ചിൽ എത്താൻ പറ്റുള്ളൂ. ആ സമയത്ത് നമ്മൾ സെലക്ട് ചെയ്യണം ഇതിൽ ഏതാണെന്നുള്ള പ്രോപ്പർ വേയിലൂടെ. നമ്മളുടെ ഫസ്റ്റ് ഡിസിഷൻ അവിടെയാണ്. കാരണം ആ പാഷനിൽ എൻ്റർ ചെയ്യുമ്പോഴും വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം എപ്പോഴും പാടി നടന്നിട്ട് നമുക്ക് ആ ഒരു റവന്യൂ എത്തിക്കാൻ കഴിയില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സോങ് മാറ്റി വെച്ചു, ഡാൻസ് മാറ്റി വെച്ചു. കാരണം ഞാൻ ബിടെക് ഒക്കെ പഠിക്കുന്ന സമയത്ത് സപ്ലി അടിച്ചിട്ടാണെങ്കിലും ഞാൻ NIT രാഗം ഫസ്റ്റിൽ പോയിട്ട് എൻ്റെ ഡാൻസിൻ്റെ എല്ലാം കഴിഞ്ഞ് രണ്ടാമത് എന്ത് ചെയ്യും, അത് എഴുതിയെടുക്കും. കാരണം അതെൻ്റെ അത്ര ഇഷ്ടമായിരുന്നു. പിന്നെയാണ് എന്ത് ചെയ്തത്, അപ്പോൾ ഒക്കെ വെറും പാട്ട് പാടിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്യണം. മേക്കപ്പ് എടുത്തു. ആ മേക്കപ്പിലേക്ക് എങ്ങനെ പാഷനേറ്റഡ് ആണെങ്കിൽ ഷുവറായിട്ടും ആ സ്റ്റുഡൻറ്റിന് ആ ഒരു ഇതിലേക്ക് എത്താൻ പറ്റും, അവരുടെ ഒരു എയിമിലേക്ക് എത്താൻ പറ്റും. കാരണം പാഷനേറ്റഡ് ആണെങ്കിൽ അവരുടെ എല്ലാ സ്ട്രഗിളും, അപ്പോൾ വരുന്ന സ്ട്രഗിളൊക്കെ അവരെന്ത് ചെയ്യും, ഓവർകം ചെയ്ത് ആ ഒരു പീക്ക് ലെവലിലെത്തും. പക്ഷേ ഇപ്പൊ പാഷനേറ്റഡ് ആണ്, ഇപ്പൊ ഞാൻ പാഷനേറ്റഡ് ആണ്, പക്ഷെ എനിക്കൊരു ഇൻകം വേണ്ട. നമ്മളിപ്പോ ഒരു വർഷമൊക്കെ ചിലപ്പോൾ പിടിച്ചു നിൽക്കും ഫാമിലി. ഇപ്പോൾ ഒരു +2 കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആണ്, ഡിഗ്രി കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ അവരടുത്ത് പോക്കറ്റ് മണി ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു പാഷൻ എങ്ങനെ നമുക്കൊരു സോഷ്യൽ മീഡിയ കൂടി ഉപയോഗിച്ചിട്ട് എങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം അത് ഞാൻ സ്റ്റുഡൻസ്, ഇപ്പം എനിക്കൊരു 18th ബാച്ച് സ്റ്റുഡൻസ് വരെ ഇപ്പോൾ പാസ് ഔട്ട് ആയി. 18 ബാച്ച് ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടാവും? ടോട്ടൽ ഒരു 500. ഓ സൂപ്പർ. എനിക്ക് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക, നമ്മൾ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തിട്ടുള്ള ഒരു 15 സ്റ്റുഡൻസ്. കുറച്ച് കോസ്റ്റ്ലി ആണ് അവർ അങ്ങനെ, കാരണം മേക്കപ്പ് ഫീൽഡ് അറിയാലോ. അത് കോസ്മെറ്റോളജി വരുമ്പോൾ നമുക്ക് സ്റ്റുഡൻസ് കുറച്ച് ലിമിറ്റഡ് ആവും, 6 ഒക്കെ ആവും. അപ്പോൾ ഈ സ്റ്റുഡൻസിന് വന്നിട്ടുള്ള പ്രോബ്ലമാണ്, അവർ പാഷനേറ്റഡ് ആണ്, അവരത് ചെയ്തു, പക്ഷെ അവർക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് എത്താൻ പറ്റാണ്ട് നിർത്തിയിട്ട് അവർ വേറെ കുറേ സെഷനിലേക്ക് പോയിട്ടുള്ളവരുണ്ട്. അത് പ്രോപ്പറായിട്ട് അവർ അതിൽ മാനേജ് ചെയ്യാത്തതുകൊണ്ടാണ്. കാരണം അതിന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വേ ആണ്. കാരണം സോഷ്യൽ മീഡിയ മെയിനായിട്ട് വരുന്നത് ഇൻസ്റ്റഗ്രാമാണ്. ആ ഒരു ഇപ്പോൾ അതാണ്, കാരണം ഇൻസ്റ്റയാണ് ഇപ്പോൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. ആ ഇൻസ്റ്റഗ്രാം ഇപ്പോൾ നേരത്തെ റേസ് പറഞ്ഞ പോലെ ഒരുപാട് ക്രൗഡ് അതിലുണ്ട്. അതിൽ നിന്ന് എങ്ങനെ ഐഡൻറ്റിറ്റി വരുത്താം എന്നുള്ളത് നമുക്ക് ദ അൾട്ടിമേറ്റ് സൊല്യൂഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അതെ, കാരണം ഞാനത് എടുത്തു പറയാൻ കാരണം ഞാൻ അങ്ങനെ
ഏൺ ചെയ്തിട്ടുള്ളതും എത്തിപ്പെട്ട ഒരു വ്യക്തിയാണ്. ഓക്കെ. നജില മാഡത്തിന്റെ കേസിലോ നമ്മളിപ്പോ അവിടുത്തെ കുട്ടികൾക്ക് പാഷൻ ഉണ്ടെങ്കിൽ അവരെ എങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഗ്രോത്തിൽ എത്തിക്കാൻ എന്താണ് അവർക്ക് ടെക്നിക്സുകൾ എന്തെങ്കിലും പാസ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു പാഷനെ ഇൻകം ആക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നത്? അപ്പോൾ ഞങ്ങൾ സിസ്കോയിലുള്ള കാര്യം പറയുമ്പോൾ സ്റ്റുഡൻസിനെ കൊണ്ട് ഷോർട്ട് ഫിലിം എല്ലാം ചെയ്യിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ആക്ടിങ്ങിന് താല്പര്യമുള്ള കുട്ടികളുണ്ടാവും, പക്ഷെ അവർക്ക് മടിയായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ആളുകൾ കാണുമല്ലോ എന്നുള്ളത്. പക്ഷെ ആദ്യം നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ വരുമ്പോൾ മടിയാണ് മാറേണ്ടത്. ഇപ്പം ഞാൻ തന്നെ ആയാലും 6 മന്ത് മുമ്പാണ് വീഡിയോ ഇട്ട് ചെയ്തു തുടങ്ങിയത്. കാരണം എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പക്ഷെ വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഓക്കെ ആയി. പിന്നെ സിസ്കോ ആയിട്ട് കണക്ട് ചെയ്തിട്ടും കൊളാബിലിട്ടൊക്കെ വീഡിയോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആദ്യം മടി മാറ്റണം, പിന്നെ പാഷൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ചെയ്യുക. കാരണം എന്താണ് റീച്ച് ആവുന്നുള്ളത്. ഇപ്പം പിന്നെ ഈ ഒരു കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് മാർക്കറ്റിംഗ് ആണ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. കാരണം 50% പോസിറ്റീവ് ഉണ്ടെങ്കിൽ 50% നെഗറ്റീവും. കാരണം പോസിറ്റീവും നെഗറ്റീവും ഒരുപോലെ സ്പ്രെഡ് ആകുന്നൊരു ഇതാണ്. അപ്പോൾ പോസിറ്റീവ് ഏതാ നെഗറ്റീവ് ഏതാന്നുള്ളത് അറിയാൻ പറ്റാത്തൊരു കാലഘട്ടമാണിത്. അപ്പോൾ നമ്മളുടെ പാഷൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വീഡിയോസ് ഇടുക. അപ്പോൾ സിസ്കോൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു 70% സോഷ്യൽ മീഡിയയിൽ നിന്നാണ് അഡ്മിഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പയിൻ റൺ ചെയ്തിട്ടാണെങ്കിലും വീഡിയോസ് നിന്നാണെങ്കിലും ഒക്കെ ലീഡ്സ് കിട്ടുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നാണ്. ബാക്കി 30% റെഫറൽസ് ആണ്, സ്റ്റുഡൻസ് വഴി അഡ്മിഷൻ വരുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ ആണ് ഇനിയുള്ള കാലത്ത്. സിത്താര പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ആണ്, അതില്ലാതെ ഒന്നുമില്ല. കാരണം നമ്മളുടെ സ്റ്റുഡൻസ് എന്താണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് FBയിലുള്ള ആളുകൾ പോലും ഇൻസ്റ്റഗ്രാമിലോട്ട് മാറി തുടങ്ങി. കാരണം ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ഓരോ കമൻറ്റ് കാണുമ്പോൾ അറിയാം, അപ്പോൾ അതിൽ കമൻറ്റ് കാണുന്നുണ്ട്, FB അമ്മ വന്ന് ഇൻസ്റ്റഗ്രാമിലോട്ട് കയറിയിട്ടുണ്ട് നോക്കെ. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റഗ്രാമിലോട്ട് കയറി തുടങ്ങി. അപ്പോൾ ഇനിയുള്ള കാലം എന്ന് പറയുമ്പോൾ ഇൻസ്റ്റഗ്രാമാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിനോട് എനിക്ക് കൂട്ടി ചോദിക്കാനുള്ളത്, ഹൗ പേഴ്സണൽ ബ്രാൻഡ്സ് ഹെൽപ്സ് ഇൻ ബിസിനസ്? പേഴ്സണൽ ബ്രാൻഡിങ് എങ്ങനെയാണ് ശരിക്കും ബിസിനസ്സിൽ? ഇപ്പോൾ നജില മാഡം വീഡിയോസുകൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, സിതാര ഓൾറെഡി ഒരുപാട് കാലമായിട്ട് ചെയ്യുന്നുണ്ട്, ആൻഡ് ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ എന്നും കൂടി പറയേണ്ടി വരും അല്ലേ? ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഒരു പേഴ്സണൽ ബ്രാൻഡ് നമ്മളെ ബിസിനസ്സിന് ഹെൽപ്പ് ആവുന്നുണ്ടോ, അതോ എങ്ങനെയാണ് അതിനെ ഹെൽപ്പ് ചെയ്യിപ്പിക്കാൻ പറ്റുക? ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് മെയിൻലി വിമൻ ഓൺടർപ്രണേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. അവർക്ക് എന്താണ് ഒബ്ജക്ഷൻ, ഇപ്പോൾ ഫാമിലിയും ഇപ്പോൾ ബിസിനസ് എങ്ങനെ മുന്നോട്ട് പോകും, അത് റിലേറ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ഇൻബോക്സിൽ വന്ന് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, എങ്ങനെ ഒബ്ജക്ഷൻ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ഫണ്ട് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതൊക്കെ. അപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് ഈ വിമൻ ഓൺടർപ്രണേഴ്സിനെ എങ്ങനെ ഇതിലോട്ട് നയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരുപാട് ചെയ്യുന്നുണ്ട്, അപ്പോൾ സക്സസ് ആവുന്നുണ്ട്. പിന്നെ സിസ്കോ എന്ന് പറയുമ്പോൾ മൊയ്തു നജില ആ ഒരു ഇതിലോട്ട് ആൾക്കാർ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറെ കോമ്പറ്റീറ്റേഴ്സ് വന്നു കഴിഞ്ഞാലും നമുക്കത് പ്രശ്നമില്ല, കാരണം അവിടെ പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. അപ്പോൾ അതിൽ സക്സസ് ആണ്. സിതാറിന്റെ കേസിലോ? സിതാര ഇപ്പൊ ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും ഒരു കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഞാൻ 3 years അല്ലേ? BNI വരുന്ന ഒരു ഫ്രം അവിടുന്ന് ആയിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ എങ്ങനെ പേഴ്സണൽ ബ്രാൻഡിങ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? അല്ലെ, ഞാനത് ശരിക്കും സിതാറിനോട് ആ ചോദ്യം ചോദിക്കാനേ പാടില്ല. കാരണം സിതാരയുടെ അക്കാദമിയുടെ പേര് തന്നെ സിതാര മേക്കോവർ അക്കാദമി എന്നാണ്. അപ്പോൾ ഫ്രം ബിഗിനിങ് തന്നെ പേഴ്സണൽ ബ്രാൻഡിങ് വെച്ചിട്ട് തന്നെയാണ് മൂവ് ചെയ്തിട്ടുള്ളത്. അതെ, അതിന് അൾട്ടിമേറ്റ് സിത്താരാസ് എന്ന് പറയുന്നത് പേഴ്സണൽ ബ്രാൻഡിങ് ആണ്. കാരണം എൻ്റെ തല എൻ്റെ കാല് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് അത്. കാരണം ഒന്നും പറയാനില്ല. കാരണം സെൽഫ് ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളൊക്കെ സ്റ്റുഡൻസ് ആണ്. നിങ്ങൾ ഇവിടുന്ന് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ ഇറങ്ങി നിങ്ങളത് പേഴ്സണൽ ബ്രാൻഡ് ചെയ്യുമ്പോൾ, ഇപ്പം നമ്മൾ പറയാണ്, എനിക്ക് നിങ്ങളെ പേരറിയില്ല, അപ്പം നമ്മൾ പറയാണ് ഇയാളുടെ ഒരു വർക്ക് നമ്മൾ എപ്പോഴും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുമ്പോൾ ഒബ്വിയസ്ലി തൊട്ടടുത്ത് അവർ അത്യാവശ്യം റീച്ച് എത്തിക്കഴിഞ്ഞാൽ അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്ത് വരും. അപ്പോൾ അവിടുന്ന് നമുക്ക് വേണ്ട എന്താണ്, നമ്മൾക്ക് വേണ്ടത് ലീഡ്സ് ആണ്. അപ്പോൾ സിത്താര പഠിപ്പിച്ചിട്ടുള്ള സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ് വരണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ തന്നെ ബ്രാൻഡ് ചെയ്യണം. കാരണം ആ ആൾ പറഞ്ഞു തരുന്ന സീക്രട്സ്, ആ ആൾ പറഞ്ഞു തരുന്ന പല ഹാക്കിംഗ് കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ പോകണം എന്നുള്ളൊരു ഒബ്ജക്ഷൻ വരുമ്പോൾ ഒരിക്കലും നമുക്ക് വരുന്ന ലീഡ്സ് എവിടെ പോയില്ല, നമുക്ക് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കോപ്പി റൈറ്റിനൊക്കെ നേരത്തെ നജില പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു പ്രോബ്ലംസ് സെൽഫ് ബ്രാൻഡ് ചെയ്യുന്ന ആൾക്ക് ഭയങ്കര ബെനിഫിറ്റ് ആണ്. പക്ഷേ വേറൊരു കാര്യം അവിടെ നെഗറ്റീവ് എന്ന് പറയുന്നത്, എപ്പോഴും ഫ്രണ്ട് എൻഡിൽ ഒരു ഐക്കൺ ആയിട്ട് നമ്മൾ വേണം. കാരണം ഏതൊരു വോയിസ് ഓവർ ഒരു റീൽസ് ഒക്കെ കൊടുക്കുമ്പോൾ ഹൈ ഐ എം സിത്താര എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആ റീൽസിൻ്റെ ഫ്രണ്ട് എൻഡിൽ ആര് വേണം? നമ്മൾ വേണം. അപ്പോൾ അതിന് ബെനിഫിറ്റ്, മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്സ് ഉണ്ട്. പക്ഷെ ബിസിനസ് ലെവലിൽ നമുക്ക് ഇപ്പോൾ നേരത്തെ റേസ് പറഞ്ഞ പോലെ പേഴ്സണലി നിങ്ങൾക്ക് മണി ഏൺ ചെയ്യണം, അതുപോലെ നിങ്ങളുടെ ബിസിനസ് അൾട്ടിമേറ്റ് ആ ഒരു എക്സിസ്റ്റൻസിൽ പോയി കുറച്ച് കാലം ആ ബിസിനസ് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ്ങിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ 2-3 പ്രാവശ്യം BNI പറ്റി പറഞ്ഞു.
അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മളെ ബിസിനസ്സിൽ? ഫോർ എക്സാമ്പിൾ BNI, JCI, നമ്മുടെ ഇനാഗുറേഷൻ ഹാഷർ നമ്മുടെ JCIന്റെ പ്രസിഡന്റ് ആണ്. അപ്പോൾ ഇതുപോലത്തെ കമ്മ്യൂണിറ്റീസുകൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ബിസിനസ്സിൽ? സിതാര ഓൾറെഡി BNI മെമ്പർ ആണ്, ഞങ്ങൾ ഒരേ ഇതിൽ BNI മെമ്പേഴ്സ് ആണ്. ആൻഡ് നമ്മുടെ നജിലയുടെ ഹസ്ബൻഡ് മൊയ്തുക്ക നമ്മളുടെ BNI മെമ്പർ ആണ്, ഒരേ കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. സോ എത്രത്തോളം BNI ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസ് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? BNI മാത്രമാണ്, വേറെ ഏതെങ്കിലും കമ്മ്യൂണിറ്റികളിൽ ഉണ്ടോ? ജസ്റ്റ് അതാണ്. എപ്പോഴും നമ്മളൊരു എത്തിക്സ് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരു കമ്മ്യൂണിറ്റി, ബിസിനസ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഒരേ ഒരു കമ്മ്യൂണിറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ മെയിൻ എക്സാമ്പിളാണ് എൻ്റെ കൂടെയുള്ള റേസ് അലോൺസ്. കാരണം ഞങ്ങൾ തന്നെ കണക്ഷനാണ്. കാരണം ഞാൻ ഈ ഒരു എൻ്റെ ഫീൽഡിനെ BNIയിൽ വരുമ്പോഴാണ് ഞാൻ അക്കാഡമി ലെവലിലേക്ക് കൊണ്ടുവരുന്നത്. അതിൽ ഞാൻ റേസിൻ്റെ പ്രസൻറ്റേഷൻ കേട്ടിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ ഒരു ഹൗ ടു നമ്മളുടെ ബിസിനസ്സിനെ എങ്ങനെ ഒന്നും കൂടെ എലാബറേറ്റ് ചെയ്യാൻ കുറേ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട് എൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ജേർണിയിലൊക്കെ. അപ്പോൾ കമ്മ്യൂണിറ്റി ലെവലിൽ നമുക്ക് ഒരുപാട് കണക്ഷൻസ് വരും. ഇപ്പോൾ എനിക്ക് സെലിബ്രിറ്റി കണക്ഷൻസ് ഒക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഷിയാസ് കരീം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്, പക്ഷെ ആൾ ത്രൂ ആണ്. നമുക്കെപ്പോഴും ഒരു സെലിബ്രിറ്റീനെ വിളിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം ഒത്തിരി ലക്ഷങ്ങളാണ് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടത്. അതൊരു കണക്ഷൻ ത്രൂ ആണെങ്കിൽ നമുക്കവിടെ ഒരുപാട് ഡൗൺ ആയി കിട്ടും. ഒരു 1 lakh 2 lakh ഒക്കെ ഈ കണക്ഷൻസ് കാരണം നമുക്ക് ഫിനാൻഷ്യലി ഒരുപാട് ബെനിഫിറ്റാണ്. അതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കണക്ഷൻ, നമ്മൾ കൊണ്ടുപോകുന്ന കമ്മ്യൂണിറ്റി നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നജില മാഡത്തിന്റെ ഹസ്ബൻഡ് ഐഡിയാസ് ഉണ്ടോ, എങ്ങനെയാണ് കമ്മ്യൂണിറ്റീസുകൾ? JCIയിൽ ഉണ്ടോ നജില മാം? ഞാൻ JCIയിലുണ്ട്, ജേക്കോമിലുണ്ട്. ഓക്കെ ഓക്കെ, സൂപ്പർ. അപ്പൊ എങ്ങനെയാണ് കമ്മ്യൂണിറ്റീസുകൾ ഹെൽപ്പ് ചെയ്യുന്നത് ശരിക്കും നമ്മളെ ബിസിനസ്സിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട്? കമ്മ്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവിടെ പരിഹരിച്ച് തരാൻ ഒരുപാട് പേരുണ്ട്. ഡിഫറെൻറ്റ് കാറ്റഗറീസ് എന്നുള്ള ഒരുപാട് പേരുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എറണാകുളം പോയപ്പോൾ ഒരു കാർ ആക്സിഡൻറ്റിൽ വിട്ടു. പക്ഷേ കാറിൻ്റെ ബാക്കിൽ BNI എന്നുണ്ടായിരുന്നു, സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തോന്നുന്നു ഒരു ഹോം ഡെക്കറിൻ്റെ ഷോപ്പിൽ നിന്ന് ഒരാളെ ഇറങ്ങി വന്നു, നിങ്ങൾ BNIയിലുണ്ടോ ചോദിച്ചു. ആ ഉണ്ടെന്ന് പറഞ്ഞു. എവിടെ നിന്നാണ്? പെരിന്തൽമണ്ണെന്നാണ്. ഓക്കെ, ഞങ്ങളെ ഷോപ്പിൽ ഇരുന്നോട്ടോ, ആളും BNI മെമ്പറാണ്. അതാണ് കമ്മ്യൂണിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ. പിന്നെ BNI എന്ന് പറയുമ്പോൾ തോന്നുന്നു 140 കൺട്രീസിലുള്ളൊരു ഇതാണ്. അതുപോലെ ജേക്കോം എന്ന് പറയുമ്പോൾ 46 രാജ്യങ്ങളിലുള്ള. അപ്പോൾ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരുപാട് സപ്പോർട്ടാണ്. കാരണം ബിസിനസ്സുകാരെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ബിസിനസ് ചെയ്യാത്ത ആൾക്കാരുടെ സപ്പോർട്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ ഒരു വൈബുള്ള ആൾക്കാരുടെ ഓരോ കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടാകുമ്പോൾ ഒരുപാട് സപ്പോർട്ട് കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഞാൻ അടുത്ത് കണക്ട് ചെയ്ത് ചോദിക്കാനുള്ളത് ഈ കമ്മ്യൂണിറ്റീസ് മോസ്റ്റ്ലി ഈ കണക്ഷൻസ് പറഞ്ഞപ്പോൾ എനിക്ക് നെജില എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് എൻ്റെ അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക, സ്റ്റുഡൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ആ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത ഒരു കണക്ഷനാണിത്. കാരണം മൊയ്തു ആണ് എനിക്ക് ഫസ്റ്റ് ഒരു ഹോള് സപ്പോർട്ട് ചെയ്യാൻ നടത്തിയിട്ടുള്ളത്. സൂപ്പർ. അപ്പോൾ എനിക്ക് ഇതിനോട് കണക്ട് ചെയ്ത് ചോദിക്കാനുള്ളത്, കമ്മ്യൂണിറ്റീസിൽ പലപ്പോഴും ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് ജെൻസിനെയാണ്. അപ്പോൾ അവിടെ എത്രത്തോളം വുമൺ എന്റർപ്രണർഷിപ്പിന് അല്ലെങ്കിൽ വുമൺ എന്റർപ്രണേഴ്സിന് കമ്മ്യൂണിറ്റീസിലേക്ക് വരുന്ന സമയത്ത് സ്ട്രഗിൾ ഉണ്ടോ? എങ്ങനെയാണ് അത് ഫീൽ ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ BNI ഒരു പെർട്ടിക്കുലർ സംഭവമല്ല, കോമൺലി ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റീസിലൊക്കെ കൂടുതൽ കണ്ടുവരാറ് ജെൻസിനെയാണ്. അവിടെ എങ്ങനെ വുമൺ എന്റർപ്രണേഴ്സ് എത്തുന്ന സമയത്ത് എത്രത്തോളം സ്ട്രഗിൾ വന്നിട്ടുണ്ടാവും? ലേഡി ജെൻ എന്നുള്ള രീതിയിൽ പറയുമ്പോഴും ബിസിനസ്സിൻ്റെ ക്വാളിറ്റി വരുമ്പോൾ ഒബ്വിയസ്ലി അവർ ആ ഒരു വ്യക്തിനെ റെസ്പെക്റ്റ് ചെയ്യും. അതിപ്പോൾ നമ്മൾ ആ വുമൺ ആണെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ ലേഡീസ് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ പ്രോബ്ലം. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാനുള്ള കമ്മ്യൂണിറ്റിയിൽ ഒരു 110 മെമ്പേഴ്സുള്ള കമ്മ്യൂണിറ്റിയിൽ വെറും 4 ലേഡീസിൽ ഒരാളാണ് സിതാര. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മളുടെ ക്വാളിറ്റി എപ്പോഴും നമ്മളൊരു ജെൻ്റാണെങ്കിലും ഒരു വുമൺ ആണെങ്കിലും അവരുടെ ക്വാളിറ്റി നോക്കിയിട്ടാണ് നമ്മൾ അവരുടെ ജഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവരുടെ ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെഫറൻസ് നമ്മൾ കൊടുക്കും അവർക്ക്. അതിൽ ലേഡീസിന് ചെയ്യേണ്ട കാര്യം അവർ പോകുന്ന വേയിൽ അവർ കറക്റ്റായിട്ട് പോവുക. അതിൽ ഒരിക്കലും ഈ വീക്ക് പോയിന്റ് ആണെന്ന് വിചാരിച്ച് അവർ തളരാതെ മുന്നോട്ട് പോവുക. അവർക്ക് എന്തായാലും സക്സസ് ഉറപ്പാണ്. അങ്ങനെ എന്തെങ്കിലും സ്ട്രഗിൾസുകൾ തോന്നിയിട്ടുണ്ടോ? അതോ എന്താണ് ഒരു വുമൺ എന്റർപ്രണേഴ്സ് കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന സമയത്തുള്ള ഒരു ഫീൽ? എനിക്ക് എൻ്റെ കാര്യത്തിൽ സ്ട്രഗിൾ തോന്നിയിട്ടില്ല. കാരണം ഹസ്ബൻഡ് അത്രയും സപ്പോർട്ടീവ് ആണ്. പക്ഷേ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റീവ് വരുമ്പോൾ. ഇപ്പോൾ മീറ്റിംഗ് 7:30 ആയിരിക്കും രാവിലെ. അപ്പോൾ കുട്ടികളെ സ്കൂളിൽ വിടുന്ന സമയത്ത് റഷ് ആയിരിക്കും. ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് അതിലോട്ട് ആ കമ്മ്യൂണിറ്റിയിലോട്ട് വരാൻ കഴിയില്ല.
പിന്നെ അതുപോലെ ജേക്കോം ആണെങ്കിലും BNI ആണെങ്കിലും രാവിലെ 7:30ക്കാണ് മീറ്റിംഗ്, പിന്നെ വീക്കിലി മീറ്റിംഗ് ഉണ്ടാവും, മന്ത്ലി മീറ്റിംഗ്. പക്ഷേ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് ശരിക്കും അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. കാരണം ഇപ്പോൾ ഫാമിലിയിൽ നിന്ന് കിട്ടാത്ത സപ്പോർട്ട് ആയിരിക്കും ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുക. കാരണം ഒരേ വൈബുള്ള ആൾക്കാർ, എല്ലാവരും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ. പക്ഷേ ഇനി വരേണ്ടതുണ്ട്, കാരണം ഒരുപാട് പേര് പിന്നോക്കം നിൽക്കുന്നുണ്ട് ഈ ഒരു ഇതിൽ വരാൻ. ഓക്കെ, ക്ലിയർ. ഞാനിനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സെയിൽസ് അറിയുന്ന മാർക്കറ്റർ. അതാണ് നമ്മളുടെ അക്കാദമിയുടെ ടാഗ് ലൈനും ക്യാമ്പയിൻസും ഒക്കെ മൂവ് ചെയ്യുന്നത് ഇതാണ്. ഇതിനെ പറ്റിയിട്ട് എന്താ തോന്നുന്നത്? സെയിൽസ് അറിയുന്ന മാർക്കറ്റർ ഇപ്പോൾ ഏകദേശം സിസ്കോ ആണെങ്കിൽ ഒരു 16 വർഷം, അതിലിപ്പോൾ നജലമ്മ വന്നിട്ട് ഒരു 5 years എബവ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ സിതാര അറൗണ്ട് ഒരു 3 years എബവ് ആയിട്ട് ഇപ്പോൾ ബിസിനസ്സിലുണ്ട്, മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ട്, സെയിൽസ് ചെയ്തിട്ടുണ്ട്. സോ സെയിൽസ് അറിയുന്ന ഒരു മാർക്കറ്റർ എന്നുള്ള ആ ഒരു ക്യാമ്പയിൻ എന്തായിരിക്കും? എന്താണ് ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു ഫീഡ്ബാക്ക്? എനിക്കതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളായിട്ട് എനിക്ക് എന്നെ തന്നെയാണ് പറയാനുള്ളത്. കാരണം ഒരു 10 വർഷം 15 വർഷം എന്ന് നമ്മൾ പറയുമ്പോഴും നമുക്കൊരു 3 year ഗ്രോത്ത് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽസ് അറിയണം, അല്ലേ? ഞാൻ അത് കാണുമ്പോഴേ എനിക്ക് തോന്നിയിരുന്നു. കാരണം കറക്റ്റ് നമ്മളുടെ ഒരു ജേണിയാണ് അതിൽ കാണുന്നത്. കാരണം അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് അറിഞ്ഞ് തന്നെ മാർക്കറ്റ് ചെയ്യണം. അങ്ങനെ വേണം മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ. നജില മാഡത്തിന്റെ ഇതിലോ നമുക്ക് എത്ര ടീം മെമ്പേഴ്സ് ഉണ്ട് ഇപ്പോൾ അവിടെ? ഏകദേശം നമുക്ക് 40-ലധികം 40+ ടീം മെമ്പേഴ്സ് ഉണ്ട്. വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിംഗ് ടീമും ഉണ്ട്, സെയിൽസ് ടീമും ഉണ്ടാവും. അതെ. അപ്പോൾ ഞാൻ ഈ ക്യാപ്ഷൻ നോക്കിയപ്പോൾ അങ്ങനെ മനസ്സിൽ ചിന്തിക്കായിരുന്നു, ശരിക്കും സെയിൽസും മാർക്കറ്റിങ്ങും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ സെയിൽസ് അറിയുന്ന മാർക്കറ്റർ അതാണല്ലോ അഡോക്സിൻ്റെ, അല്ലേ? അപ്പോൾ ശരിക്കും എന്താ പറയുക, സിതാര പറഞ്ഞ പോലെ തന്നെ സെയിൽസ് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ഹോർഡിങ്സ് കയറ്റുന്നുണ്ട്. സിസ്കോൻ്റെ കേസിലാണെങ്കിൽ ഹോർഡിങ് കണ്ടിട്ടുണ്ടാവും, പലയിടത്തും കണ്ടിട്ടുണ്ടാവും. പക്ഷേ അത് ചിലപ്പോൾ നമുക്ക് സെയിൽസ് വന്നോളണമെന്നില്ല. അത് ബ്രാൻഡിങ്ങിന് യൂസ് ചെയ്യാം, മാർക്കറ്റിങ്ങിന് യൂസ് ചെയ്യാം. പക്ഷേ സെയിൽസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് അത് എന്തുകൊണ്ട് ജോയിൻ ചെയ്യണം എന്നുള്ള ഒരു ചിന്ത ആളുകൾക്ക് വരണം. പിന്നെ ഈ ഒരു കാലത്ത് കോമ്പറ്റീഷൻ ഒരുപാടുണ്ടായത് കൊണ്ട് തന്നെ സെയിൽസ് അറിഞ്ഞിട്ട് വേണം മാർക്കറ്റിംഗ് ചെയ്യാൻ. കാരണം ഇപ്പോൾ ഞങ്ങളുടെ കേസിൽ, സിസ്കോൻ്റെ കേസിൽ ഞങ്ങൾ സോഷ്യൽ മീഡിയ പലർക്കും മാനേജ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് തോന്നുന്നു 7, 8, 9 പേർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളൊരു 6 മാസത്തിലധികം പോയില്ല. കാരണം അടിച്ചു പിരിയും. കാരണം അവരാരും കമ്മിറ്റ് ചെയ്ത സംഭവമായിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. ക്യാമ്പയിൻ ആണെന്നുണ്ടെങ്കിൽ ലീഡ്സ് കിട്ടില്ല. പക്ഷെ ഇപ്പം ഈ ഒരു സമയത്ത് ചെയ്യുന്ന ഒരു ടീമുണ്ട്. അവർ ഞങ്ങളുടെ കംപ്ലീറ്റ് ടാർഗറ്റ് ഓഡിയൻസ് ആരാണ് കറക്റ്റ് പിച്ച് ചെയ്തിട്ടാണ് അവർ ലീഡ്സ് തരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള കാലത്ത് സെയിൽസ് അറിഞ്ഞിട്ട് തന്നെ മാർക്കറ്റിംഗ് ചെയ്യണം. അതാണ് ഇനിയുള്ള ബിസിനസ്സിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. നമ്മളിപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് നെക്സ്റ്റ് പ്ലാൻ? നമ്മളൊരു 5 yearsന്റെ വിഷൻ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ 5 yearsന് ശേഷം എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും ഒരു വിഷൻ ഉണ്ടോ? അല്ലെങ്കിൽ എന്താണ് വാട്ട് നെക്സ്റ്റ്? എൻ്റെ വിഷൻ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ സിതാരാസ് അക്കാഡമി വിത്ത് കോസ്മെറ്റോളജി റൺ ചെയ്യണം എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് ഞങ്ങളിപ്പോൾ കൊച്ചി കാക്കനാടാണ് നമ്മളുടെ നെക്സ്റ്റ് ഇത് വന്നിട്ടുള്ള. ഓൾമോസ്റ്റ് അതിൻ്റെ വർക്ക് ഓൺ പ്രോഗ്രസ് ആണ്. പിന്നെ വരുന്നത് കാലിക്കറ്റ്, ട്രിവാൻഡ്രം. കാരണം അങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ഈ സെയിൽസ് എന്ന് പറയുമ്പോൾ ഒരു അക്കാഡമി ലെവൽ കുറച്ച് ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെയാണ് പോയിന്റ് ഔട്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സിസ്കോയുടെ കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോൾ കേരള നമ്മൾ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് 5 ബ്രാഞ്ച് ഉണ്ടായിരുന്നു ആദ്യം. അത് ഫ്രാഞ്ചൈസി ആയിരുന്നു. മഞ്ചേരി ഉണ്ടായിരുന്നു, പിന്നെ കണ്ണൂർ, ഇരട്ടി, കൂത്തുപറമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രാൻഡ് അപ്പോൾ മെയിൻ ഹെഡ് ഓഫീസിൽ എന്താണോ കൊടുക്കുന്നത് ആ ഒരു ക്വാളിറ്റിയിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ഡെലിവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളത് ക്ലോസ് ചെയ്യിപ്പിച്ചു അവരെ കൊണ്ട്. എന്നിട്ട് നമ്മൾ ഇനി ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 6 months തന്നെ നമ്മൾ കോഴിക്കോടും എറണാകുളം ഇൻഷാല്ലാ വരുന്നുണ്ട്. ഇൻഷാല്ലാ തീർച്ചയായിട്ടും രണ്ടുപേരുടെ സ്വപ്നങ്ങളും വിഷനും ഒക്കെ കിടിലനായിട്ട് കംപ്ലീറ്റ് ആവട്ടെ. നമ്മളിപ്പോൾ ഏകദേശം ഒരു 45 minutes ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസുകൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസുകൾ, കാര്യങ്ങൾ, വുമൺ ഓണ്ടർപ്രണർഷിപ്പ്, ഇതിലെ ചലഞ്ചസ്, എനിത്തിങ് നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട്
നിങ്ങളാണ് ബൂസ്റ്റ് ആവേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ പെണ്ണുങ്ങളല്ലേ പെണ്ണുങ്ങൾ ചോദിച്ചാൽ ക്വസ്റ്റ്യൻസ് ആർക്കും ചോദിക്കാനില്ല? കമോൺ, ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻസിനും ചോദിക്കാം, പാരന്റ്സിനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ല റിസോഴ്സുകളാണ് ഇവിടെ ഉള്ളത്. 2 പേരാണെന്നുണ്ടെങ്കിലും ഹൈ വോളിയം ഓഫ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളെ മക്കളും ഇതുപോലൊരു പൊസിഷനിലെത്തി ഇതുപോലൊരു ഇന്റർവ്യൂവിൽ ഇൻഷാല്ല ഒരു 1 ഇയറിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള നിങ്ങൾക്കും ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഷാമിൽ, എൻ്റെ സിസ്റ്റർ ഉണ്ട്. ഓള് കുറച്ച് ഇൻട്രോവേർട്ട് ആണ്, പക്ഷെ ഓൾക്ക് ബിസിനസ് താല്പര്യമുള്ളൊരു ഇതാണ്. അപ്പോൾ ലേഡി ആയതുകൊണ്ട് ഇങ്ങനെ ആക്റ്റീവ് അല്ലല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ കുറേ എക്സ്പെർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ, അപ്പോൾ നിങ്ങളൊരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ. ഓക്കെ, നീക്കാൻ പറ്റില്ലേ? ഇത് ആളുടെ ക്വസ്റ്റ്യൻ ആദ്യം നല്ലൊരു കൈയടി കൊടുക്കും. കാരണം ഇതൊരു കോമൺ പ്രോബ്ലം ആണ്. കാരണം വീട്ടിലിരിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ ഉമ്മമാരോടൊക്കെ ചോദിക്കാം, നമ്മൾ അടുക്കളയിൽ ഇരുന്ന് പോകുമ്പോൾ പെട്ടെന്നൊന്ന് പുറത്ത് വരിക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ഒരു തുടക്കമാണ്, പോണോ വേണ്ടേ. കാരണം എനിക്ക് 18 വയസ്സുള്ള സ്റ്റുഡൻസ് തൊട്ടിട്ട് 45 ഏജിൽ വരെയുള്ള സ്റ്റുഡൻസ് ഉണ്ട്. കാരണം അവർ വരുമ്പോൾ ഞാൻ ആ കാറ്റഗറിയിൽ പെടുമോ, അതിൽ എനിക്ക് അവിടെ എത്താൻ പറ്റുമോ? പക്ഷേ എനിക്കതിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കാര്യം, അവരുടെ അടുത്ത് പറയാനുള്ളതും, ഒന്ന് അവർ സെലക്ട് ചെയ്ത ആ ഒരു ഫീൽഡ് അവർ ആഗ്രഹിച്ചിട്ടുള്ളതാണെങ്കിൽ അവർ ഒബ്വിയസ്ലി അതിന് ഫാമിലി സപ്പോർട്ട് കൊടുത്താൽ അവരെ കൊണ്ടുവരും. പിന്നെയുള്ള പാർട്ട് നമ്മളുടെയാണ്. ഇപ്പം എനിക്ക് ഞാൻ എൻ്റെ ഒരു കാറ്റഗറി വെച്ച് പറയാം. അവിടെ വരുമ്പോൾ അവരെന്ത് ചെയ്യും, നാണം കുണുങ്ങി വരുമ്പോൾ ഇരിക്കലും. കാരണം അതിൽ ഫസ്റ്റ് ഞാൻ കൊടുക്കുന്ന സെൽഫ് ഇൻട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് ഇവിടെ വന്ന് നിന്ന് സംസാരിക്കാം. എന്താണ് പേര്, എവിടെ നിന്നാണ് വരുന്നത്, അത് വരുമ്പോൾ തന്നെ അവരുടെ ഒരു എനർജി ലെവൽ നമുക്ക് അറിയാൻ പറ്റും. കാരണം അവിടെ ഇരുന്നിട്ട് അയ്യോ വരണോ, അയ്യോ മൈക്കോ, കാരണം ഇത് വരുമ്പോൾ ആ ഒരു ഫിയർ നമ്മൾ മാറ്റി കൊടുക്കണം. ദെൻ ദേ ക്യാൻ അച്ചീവ്. എനിക്കും സിത്താര പറഞ്ഞ ഈ സെയിം കാര്യം തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ കോഴ്സ് നടക്കുന്നുണ്ട് അവിടെ. അപ്പം അതിലും ഈ 35-ൻ്റെ ഉള്ളിലുള്ള ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി, അപ്പോൾ അവർ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി എന്നുള്ള രീതിയിൽ അവർ വരുമ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും. പക്ഷേ നമ്മൾ ഓരോ ടാസ്ക് കൊടുത്തിട്ട് അവരെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരണം. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഒരു 9 to 9:30 വരെ ഒരു സെഷൻ ഉണ്ട്. എന്തെങ്കിലും ഒരു ടോപ്പിക്ക് കുട്ടികളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുക. അപ്പോൾ അവർക്ക് ആദ്യം ചിലപ്പോൾ കൈ വിറക്കും, കാല് വിറക്കുന്നുണ്ടാവും, ചിലപ്പോൾ സംസാരിക്കുമ്പോൾ കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അവർക്ക് അതിന്നുള്ളൊരു കോൺഫിഡൻസ് വരാനുണ്ട്. പിന്നെ അവരെ ജോലിക്ക് വിടുമ്പോൾ, ഇപ്പോൾ ട്രെയിനിങ്ങിന് വിടുന്ന കുട്ടികളെ അവിടെ തന്നെ പ്ലേസ്മെൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അവരെ തന്നെ മതി എന്ന് പറയുമ്പോൾ ശരിക്കും അത് അവരുടെ സക്സസ് ആണ്, നമ്മുടെ സക്സസ് അല്ല, അവരുടെ സക്സസ് ആണ്. കാരണം അവർ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അവർക്ക് വേണമെന്നുള്ളതുകൊണ്ടാണല്ലോ അവർ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നതും അവർക്ക് അതിനൊരു കോൺസെൻട്രേഷൻ ചെയ്ത് ടൈം എടുത്തിട്ട് അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങുക, പുറത്ത് ഇറങ്ങണം. കാരണം നമ്മളാരും പുറത്ത് ഇറക്കൂല. കാരണം നമുക്കൊരു എന്താ പറയുക, അപ്പോൾ സ്പൂൺ ഫീഡിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമുക്ക് സ്പൂണിൽ നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം, പക്ഷെ അവിടുന്ന് ഇറക്കേണ്ട ഒരു ഡ്യൂട്ടി അവർക്കാണ്. അപ്പോൾ നമ്മൾ എത്ര പുഷ് ചെയ്ത് കഴിഞ്ഞാലും അതിന്ന് പുറത്തിറങ്ങേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ടത് ഒരു ഡ്യൂട്ടി അവർക്കാണ്. അവർക്ക് തോന്നണം. ഇതില് എനിക്കും അഡീഷണലി ആഡ് ചെയ്യാനുള്ള സംഭവം, ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളായിരുന്നു നമ്മളും. കോളേജിൽ സെമിനാർ എടുക്കാതിരിക്കാൻ മുങ്ങി നടന്ന് അതില് സപ്ലി അടിച്ച് ആദ്യക്കുന്ന വീണ്ടും ഇതാക്കിയൊക്കെ കഥകളും സംഭവങ്ങളൊക്കെ ഉള്ള ആൾ തന്നെയാണ്. ആൻഡ് നമ്മളൊരു ആഗ്രഹം പാഷനിലേക്ക് എത്തി, കമ്മ്യൂണിറ്റികൾ നമ്മളെ ഹെൽപ്പ് ചെയ്തു ഒരുപാട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസുകൾ ഉപയോഗിക്കാം. ഇപ്പൊ ഇവിടെ വിളിച്ചിട്ട് ഒരാളോട് സംസാരിക്കാൻ പറഞ്ഞാൽ റെഡി ആവുക. ഒരാളും നമ്മളെ മുമ്പിലിരിക്കുന്ന മറ്റേ അഭിഷാദ് ഗുരുവായൂരിന്റെ ഒരു ഡയലോഗ് ഉണ്ട്,
നമ്മൾ മുമ്പിലിരിക്കുന്ന ആൾക്കാരെ നമ്മൾ പൊട്ടന്മാരായിട്ട് കരുതുക. നമ്മളാണ് അതില് മെയിന്. നമ്മളാണ് മെയിന്. അപ്പോ അതിനപ്പുറം ഒന്നും പേടിക്കാനില്ല. ആൻഡ് വേറൊരു സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ കുറിച്ചിട്ട് ഓർക്കാനോ നമ്മളെ കുറിച്ചിട്ട് ആലോചിക്കാനോ നമ്മളെ ഫാമിലിയോ അതിന്റെ അപ്പുറം ഒരാൾക്കും സമയമില്ല. നമ്മളൊരു കാര്യം പറഞ്ഞു, ഒരു 5 മിനിറ്റിൽ കൂടുതൽ ആരും അത് ഓർത്തിരിക്കില്ല. നമ്മളെ ഫേസ് റീൽ ഒരാൾ കണ്ടു, അയാളെ സ്ക്രോൾ ചെയ്താൽ അത് കഴിഞ്ഞു. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഓർത്ത് നിൽക്കാനോ നമ്മളെ ആലോചിച്ചിട്ട് അവരെന്താണ്, അവരിപ്പോ അത് പറഞ്ഞല്ലോ, ഇപ്പോ റിൻഷാദ് അത് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇനി എന്താണോ അവന്റെ സംഭവിക്കുക അവന്റെ ജീവിതത്തിൽ, അങ്ങനെ ആലോചിക്കാൻ ഒരാൾ പോലും ഇല്ല. സോ നമ്മൾ ഇറങ്ങിത്തിരിക്കുക. സക്സസ് ആകുമ്പോൾ കൈയടിക്കാൻ ആളുണ്ടാവും. അതുവരെ ആരും ഇല്ലെങ്കിലും അവിടെ എത്തുമ്പോൾ നിങ്ങൾക്കും അതിന്റെ ഒരു ഫീല് കിട്ടും. ആ ഒരു ഫീല് വൺ ടൈം കിട്ടിയാൽ പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കൂല. അത് ഞാൻ ഉറപ്പ് തരുന്നു. അതാണ് എനിക്കും അതിൽ ആഡ് ചെയ്യാനുള്ളത്. വേറെ എന്തെങ്കിലും അഡീഷണൽ ക്വസ്റ്റ്യൻസ്? യെസ്, ഷമിൽ മൈക്ക് ഒന്ന് പാസ് ചെയ്തു. എത്തിയോ? ശരി. ഹായ്, എൻ്റെ പേര് ഇർഷാദ്. അപ്പോൾ രണ്ടാളോടുള്ള ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് പീരീഡ് ഓഫ് ടൈമായി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ടൈമിലുള്ള വേ ഓഫ് മാർക്കറ്റിങ്ങും ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിങ്ങും എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അന്നേരം നിങ്ങൾ മേ ബി ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഭയങ്കര ബൂമിങ്ങുള്ള ടൈമാണ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോഴത്തെ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നിങ്ങളുടെ ബിസിനസ്സിനെ എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്? അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ, അതോ ഇതിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ബെനിഫിറ്റ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് വരുന്ന ഒരു പ്രോബ്ലമാണ്, നമ്മളെ ബിസിനസ്സിനെ മൗത്ത് പബ്ലിസിറ്റിയിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ലീഡ്സ് ജനറേറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ ഏതൊരു വർക്ക് ചെയ്താലും, ഇപ്പോൾ ഫോട്ടോഗ്രാഫർ ആവട്ടെ, ഇനിയിപ്പോൾ സ്റ്റുഡൻസ് ആവട്ടെ, ആ സ്റ്റുഡൻറ്റ് പറയണം ആ അക്കാഡമി അത്യാവശ്യം നല്ലതാണ് അല്ലേ. അടുത്ത വീട്ടിലാണെങ്കിലും അവർ കൂടുന്ന കമ്മ്യൂണിറ്റി ആണെങ്കിലും അവിടെ നിന്നാണ് അവർക്ക് ലീഡ്സ് വരിക. ഇതിൽ നിന്ന് ഒരു ബൂം എഫക്റ്റ് വരുന്നത് തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. കാരണം അതിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പലരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10 years ആയി എന്ന് പറയും. അത് വിത്തിൻ 1 year നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹൈ ലെവലിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമാണ് ഒരു ഓപ്ഷൻ. കാരണം ആ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണ് നിങ്ങൾ ചെയ്ത പല ഹാർഡ് വർക്കും പബ്ലിക്കിലേക്ക് എത്തിക്കാൻ പറ്റുക. അത് എൻ്റെ ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 8 years ആയിട്ട് മേക്കപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും സിത്താര എന്താണെന്നുള്ളത് പബ്ലിക് അറിഞ്ഞിട്ടുള്ളത് സോഷ്യൽ മീഡിയ വഴിയാണ്, വിത്ത് ഇൻസ്റ്റാഗ്രാം, വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സിസ്കോൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു പോസിറ്റീവായിട്ട് നമുക്ക് റിസൾട്ട് തന്നിട്ടുള്ളത്. കാരണം ഒരു 3 years ബിഫോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളെ ഡാറ്റ കളക്ട് ചെയ്യുന്നു, സെയിൽസ് ടീം ഇരുന്ന് വിളിക്കുന്നു. പക്ഷേ അതിലധികം അതിൻ്റെ 10x സ്പീഡിൽ നമുക്ക് സെയിൽസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങിയപ്പോൾ. കാരണം ക്യാമ്പയിൻസ് പോകുന്നു, ലീഡ്സ് വരുന്നു, ക്ലോസ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ സിത്താര പറഞ്ഞ പോലെ പബ്ലിസിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസ് ഹാപ്പി ആയിരിക്കണം. അത് നമുക്ക് ചിലപ്പോൾ 100% കുട്ടികൾക്ക് ഹാപ്പി ആക്കി വിടാൻ കഴിഞ്ഞോളന്നുണ്ടാവില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും, കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും ചിലപ്പോൾ പ്ലേസ്മെൻറ്റിൽ പോകുമ്പോൾ. പക്ഷേ ഒരു 80% നമ്മൾ അഷുറൻസ് പറയുന്നുണ്ട്. കാരണം നമ്മൾ എഗ്രിമെൻ്റ് ഉണ്ട് ജോബിനെ വിടുമ്പോൾ, അപ്പോൾ അതിൽ 4% ഷോപ്പ് കൊടുക്കുന്നുണ്ട് അവർക്ക്. പിന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അത്രയും വൈഡ് ഒരു ഇതാണല്ലേ മാർക്കറ്റിംഗ് എന്താണെന്ന് പറയുക. കാരണം ലോകം മൊത്തം കാണാണ്, പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും. ഇപ്പോൾ നമ്മുടെ സിസ്കോൻ്റെ ഒരു ആഡ് പോയി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു പോസിറ്റീവ് കമൻറ്റ് വന്നാണെങ്കിൽ ബാക്കിയുള്ളവർ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല. ആ പോസിറ്റീവിനെ താങ്ങിയിട്ട് ഇങ്ങനെ പോസിറ്റീവ് കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കും. പക്ഷെ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കുറേ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് നെഗറ്റീവ് കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആരാ നോക്കുമ്പോൾ ആരാന്നറിയൂല. ഇപ്പോൾ ലാസ്റ്റ് സിസ്കോൻ്റെ ഒരു വീഡിയോൻ്റെ അണ്ടറിൽ ഒരു കുട്ടി ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, സിസ്കോ ഉഡൈപ്പാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കുട്ടി നോക്കിയപ്പോൾ എന്താണ്, ഈ കുട്ടീനെ 1 month പോലും ഈ കുട്ടി പഠിച്ചിട്ടില്ല, ആളെ പുറത്താക്കിയതാണ്, ലഹരി ഉപയോഗിച്ചിട്ട് പുറത്താക്കിയതാണ്. അപ്പോൾ അങ്ങനത്തെ കേസും വരുന്നുണ്ടാവും. പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇത് നോക്കുമ്പോൾ എന്താ തോന്നുക, ആ ഉഡൈപ്പാണ് കേട്ടോ എന്നുള്ളത്. പക്ഷെ ആ ഒരു കമൻറ്റിന് പിന്താങ്ങിയിട്ട് കുറേ നെഗറ്റീവ് കമൻറ്റ് ആരാന്ന് പോലും അറിയൂല. കാരണം അവിടെ പഠിച്ച കുട്ടികളല്ല. ചിലപ്പോൾ കോമ്പറ്റീറ്റേഴ്സും ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇടുന്നുണ്ടാവും. കാരണം അല്ല സത്യം പറഞ്ഞത്, കാരണം കോമ്പറ്റീറ്റേഴ്സ് എന്തായാലും ഇടുന്നുണ്ടാവും. കാരണം ഇപ്പോൾ സിസ്കോൻ്റെ ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ ആദ്യം അതിലൊരു 4 views വരുന്നത് നമ്മളെ കോമ്പറ്റീറ്റേഴ്സാണ്. അടുത്ത ദിവസം അതിൻ്റെ കോപ്പി ഇറങ്ങിയിട്ടുണ്ടാവും, പോസ്റ്റർ അല്ലെങ്കിൽ അതിൻ്റെ സെയിം ക്യാപ്ഷന്. ഇപ്പോൾ നമ്മൾ ഒരു സിസ്കോ ഒരു 3 വർഷം മുമ്പ് സൺപാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഉടനെ ഇനി പണി കിട്ടും പറഞ്ഞിട്ട്. ആ സെയിം കോപ്പി നിങ്ങൾക്ക് പലയിടത്തും കാണാൻ പറ്റുന്നുണ്ടാവും, ആ സെയിം ഇതിൽ സൺപാക്ക് കെട്ടിയിട്ട്. അപ്പോൾ കോപ്പി അടിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. പക്ഷെ നമുക്ക് നമ്മളേതായിട്ടുള്ള യൂണിക്നെസ് ഉണ്ടാവണം. പിന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എക്സ്പെക്റ്റ് ചെയ്യരുത്. ഇപ്പോൾ ഏത് ഇൻഫ്ലുവൻസർ ആണെങ്കിലും നെഗറ്റീവ് കമൻറ്റ് ഉണ്ടാവും, നെഗറ്റിവിറ്റി ഉണ്ടാവും. അതും കൂടി ഫേസ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു ധൈര്യം നമ്മൾ കാണിക്കണം, അത്രേ ഉള്ളൂ.
ഇപ്പോൾ ഇതിലിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് കമന്റ്സുകളാണ് നമ്മളെ കൂടുതൽ വളർത്തുന്നതെന്നാണ് നമ്മൾ ക്ലയൻസുകളോട് എപ്പോഴും പറയാറ്. ഇപ്പോൾ നമ്മളെ മറ്റേ പടത്തിൽ പറഞ്ഞ പോലെ ഗാന്ധിജിയെ വധിച്ചതിന് 2 പക്ഷമുള്ള നാടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നെഗറ്റീവ് കമന്റ്സുകൾ വരും. അപ്പൊ തീർച്ചയായിട്ടും അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. ഇപ്പോൾ ഞാൻ അതിലൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മളെ വിഷ്ണു ഡോക്ടർ നമുക്കറിയാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഏകദേശം ഒരു 180K 200K ഫോളോവേഴ്സ് ഉള്ള ഒരു എൻഡോക്രൈനോളജിസ്റ്റ് ആണ് ഡോക്ടർ വിഷ്ണു. നമ്മുടെ BNI മെമ്പർ ആണ്. മൂപ്പരുടെ പോസ്റ്റ് വീഡിയോന്റെ അണ്ടറിൽ വരുന്ന ഓരോ നെഗറ്റീവ് കമന്റും എടുക്കും, അതിനൊരു തഗ് റിപ്ലൈ കൊടുക്കും. വീഡിയോന്റെക്കായി കൂടുതൽ മൂപ്പര് ചെയ്യുന്നത് അതായിരിക്കും. ആൻഡ് മൂപ്പർക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നതും അങ്ങനത്തെയാണ്. ആൻഡ് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്താൻ ശ്രമിക്കുക എന്നുള്ള ഒരു സംഭവമേ ഉള്ളൂ. ഞാൻ എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളും നമ്മളെ നോക്കിയിരിക്കുന്നില്ല. അയാൾക്ക് അയാളുടേതായുള്ള സമയമുണ്ട്. നെഗറ്റീവ് കമന്റ് ഇട്ട ആള് പോകും. അപ്പൊ നമ്മൾ അത് കണ്ട് നമ്മൾ ഒരു 2 ആഴ്ച അതിന്റെ ഡെസ്പിലിരിക്കാതെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് എങ്ങനെ ഒരു കോണ്ടന്റ് ആക്കി മാറ്റാം എന്നുള്ളത് ചിന്തിക്കുക അല്ലെ. പിന്നെ മലയാളികളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നെഗറ്റീവ് എന്നാണ്, അത് പിന്താങ്ങിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് സ്പ്രെഡ് ആവും. പിന്നെ പ്രത്യേകിച്ച് ഒരു പണിയില്ലാത്തവരാണ് ഈ നെഗറ്റീവ് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എവിടെ എത്താൻ പറ്റില്ല എന്നുള്ളൊരു അവർക്കൊരു തോട്ടുണ്ടാവും. അതുകൊണ്ടാണ് പിന്നെ നെഗറ്റീവ് കമന്റ് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു നടത്താം. കാരണം മാവില്ലാത്ത ഇതില് കല്ലേറിയില്ല എന്നല്ലേ പറയാറ്. അതെ, അപ്പൊ നമ്മൾ വിജയിച്ചു. പിന്നെ ഫേസ് ചെയ്യാനുള്ളൊരു നമ്മൾ കാണിക്കണം, അത്രേ ഉള്ളൂ. എപ്പോഴും എന്ത് ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മളെ ഹസ്ബൻഡുമാരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള ആ ഒരു ഭാഗത്തോട്ട് ചിന്തിച്ചാൽ അതിലോട്ട് മൂവ് ചെയ്യാൻ പറ്റുക? എങ്ങനെയാണത്? അവിടെ 2 ഓപ്ഷനാണ്. ഒന്ന്, ഒരു ബാച്ചിലർ ലേഡി വരാം, അതല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി ഓറിയൻറ്റഡ് ആവാം. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് ചില കേസിൽ വരുന്നത് അവർക്ക് തോന്നണം, കാരണം ഈ ആൾ എലിജിബിൾ ആണ്, കാരണം അവൾ എന്ത് ഡിസിഷൻ എടുത്താലും ഓക്കെ ആണ് എന്നുള്ളത് ആര് കാണിച്ചു കൊടുക്കണം? ആ ഒരു ലേഡി കാണിക്കണം. പക്ഷെ ലേഡീസിന് ഒരുപാട് സ്ട്രഗ്ലിംഗ് ഉണ്ട്. കാരണം ആ ഒരു ഡിസിഷൻ ബാക്കി മെമ്പേഴ്സിൻ്റെ അടുത്തുനിന്നും ഫാമിലിയിൽ നിന്നൊക്കെ കിട്ടി വരിക എന്ന് പറയുന്നത് ഒരു റിസ്ക് ഫാക്ടറാണ്. ബട്ട് ആ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് കുറച്ച് ടൈം എടുക്കും എത്തിപ്പെടുക എന്നുള്ളത്. പിന്നെ ഓൾറെഡി നമ്മൾ ഇൻ മൈൻഡിൽ നമുക്ക് വരും ഐ ക്യാൻ ഡൂ ദാറ്റ്. ആ ഒരു പോയിന്റ് ഔട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒബ്വിയസ്ലി നമ്മളത് പറയും. അപ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. സോ ഫാമിലിയിൽ ആരാണെങ്കിലും പിന്നെ നമുക്ക് ആ റെസ്പെക്റ്റും കിട്ടും, നമുക്ക് ആ ഒരു ഫീൽഡിൽ മൂവ് ഓൺ ചെയ്യാം. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇനി ആർക്കെങ്കിലും സ്റ്റുഡൻസിന്, പുതിയ ബാച്ചിലെ സ്റ്റുഡൻസ്, പാരന്റ്സ്, ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? ക്വസ്റ്റ്യൻസ് ഇല്ല എന്ന് കരുതുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാം. ഞാൻ പറഞ്ഞല്ലോ നമ്മ മുമ്പിൽ ഇരിക്കുന്നത് അത്രയും വലിയ റിസോഴ്സുകളാണ്. നിങ്ങൾക്ക് ഇത്രയും ഓപ്പൺ ആയിട്ട് ഇവരെ പിന്നെ കിട്ടിക്കോളുന്നില്ല. കേൾക്കുന്നുണ്ടോ? യെസ്. ഇപ്പോൾ ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഡെയിലി ചാലഞ്ചസ് ഉണ്ടാവും, മൾട്ടിപ്പിൾ ടാസ്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്പുകൾ ഉണ്ടോ? എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? 3 പേരോട് കൂടിയാണ് ക്വസ്റ്റ്യൻസ്. 3 പേരോടും ചോദിച്ചതാണ്. ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം ബ്രൈഡൽ വർക്ക് ഒരു സൈഡിലുണ്ടാവും, സെലിബ്രിറ്റി ഷൂട്ടുകൾ ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ പിന്നെ നമുക്ക് വരുന്ന ടൈറ്റ് ഷെഡ്യൂളാണ് ഈ ഇനാഗ്രൽ സെറമണി. ഇപ്പോൾ ഇന്നിവിടെ വരുമ്പോഴും നമുക്ക് അവിടെ എന്തുണ്ട്, കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സ്ട്രക്ചർ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ പോയാലും നമ്മളുടെ വർക്ക് അവിടെ നടക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ഇരുന്ന് ചിന്തിക്കണം. കാരണം എന്തൊക്കെയാണ് എനിക്ക് വരുന്ന, ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞ ഒരു സെൽഫ് ബ്രാൻഡ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മൾ തന്നെ എത്തിപ്പെടേണ്ട കാര്യങ്ങളായിട്ട് നമ്മൾ എത്തിപ്പെടും വേണം. അതുപോലെ നമ്മൾ അക്കാഡമി എന്ത് ചെയ്യണം, റൺ ആവും വേണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഇപ്പം ഞാൻ അതിന് ചെയ്തിട്ടുള്ളത്, എനിക്ക് ടാലൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടീച്ചേഴ്സിനെ, വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ വെക്കുക. അവിടെ നമുക്ക് നെഗറ്റീവ്സ് വരാൻ പാടില്ല. കാരണം സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നിന്ന് അവർ പറയുകയാണോ സിത്താര മാം ഇല്ല, അങ്ങനെയാണെങ്കിൽ ഇവരാണോ പഠിപ്പിക്കുന്നത്, അപ്പോൾ നമുക്ക് നെഗറ്റീവ്സ് വരും. പക്ഷേ നമ്മൾ അത് മാനേജ് ചെയ്ത് ഒരു സ്ട്രക്ചർ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബിൽഡ് ചെയ്യണം. മൾട്ടി ടാസ്കിങ്ങിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ വിമൺ എസ്പെഷ്യലി മൾട്ടി ടാസ്കിങ്ങിൽ ഒന്നും കൂടി
കഴിവുള്ളവരാണ്. ഇപ്പോൾ ജെൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കും. പക്ഷേ ലേഡീസിന് അറ്റ് സെയിം ടൈം ഇപ്പോൾ കുട്ടിക്ക് ഫീഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കുക്കിംഗ് സമയത്ത് കുക്കിംഗ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൾട്ടി ടാസ്കിങ് അവരെ ശരിക്ക് എന്താ പറയുക ജനിപ്പിച്ചതേ ആ ഒരു മൾട്ടി ടാസ്കിങ്ങിൽ ഫോക്കസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അറ്റ് സെയിം ടൈം ചെയ്യാൻ പറ്റും. പിന്നെ ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ടെൻഷൻസും കാര്യങ്ങളും വരുമ്പോൾ ഡെലിഗേഷനാണ്. അപ്പോൾ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ടീമിനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ കേസിൽ ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാനിങ്ങോട്ട് പോന്നാലും മൊയ്തൊക്കെ അവിടെ ഇല്ലെങ്കിലും ഞങ്ങളുടെ ടീം എന്താ ഇപ്പോൾ എല്ലാം നടക്കുന്നുണ്ട്. ഇപ്പോൾ സെയിൽസ് ആണെന്നുണ്ടെങ്കിലും ഫിനാൻസ് ആണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് അവിടെ നടക്കുന്നുണ്ട്. അത് ആ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം, SOP ഉണ്ടാവണം എന്നേ ഉള്ളൂ. ഇതില് എനിക്ക് പാടിയാണ് ചലഞ്ചസ് ഇല്ലാതെ ബിസിനസ് ഇല്ല. ഓക്കെ, ബിസിനസ് എന്ന് മാത്രമല്ല ലൈഫ് എന്ന് പറയുന്നത് ഫ്രം ബിഗിനിങ്സ് തന്നെ ചലഞ്ചസ് ആണ്. ഒരു ചലഞ്ച് ഇല്ലാതെ എല്ലാം സുഖമാണ്. രാവിലെ എണീക്കുമ്പോൾ ഒരു 1 CR അക്കൗണ്ടിൽ കിടക്കുന്നു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെലവാക്കി കഴിഞ്ഞാൽ പിന്നെയും വരണല്ലോ. ആദ്യം ഒരു CR നമുക്ക് കിട്ടിയോണ്ട് മാത്രം കാര്യമല്ലല്ലോ. അപ്പൊ അത് വീണ്ടും ഉണ്ടാക്കണമെങ്കിൽ വീണ്ടും ചലഞ്ചസ് വേണം. ചലഞ്ചസ് ഇല്ലാതെ നമുക്ക് ജീവിച്ചു പോകാൻ കഴിയില്ല. അപ്പൊ ആദ്യം നമ്മളത് ഐഡന്റിഫൈ ചെയ്യാം. ഇന്ന് ഞാനിപ്പോൾ 7 വർഷമായി ബിസിനസ്സിൽ. ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തേ. അന്ന് ഞാൻ കണ്ട ചലഞ്ചസുകൾ ഇന്ന് എനിക്ക് ഒന്നുമല്ല. ആക്ച്വലി അന്ന് എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ വേണ്ട കഴിഞ്ഞ മാസം ഞാൻ അനുഭവിച്ച ചലഞ്ച് ഇന്ന് എനിക്കൊന്നുമല്ല. അതിനെ ഓവർകം ചെയ്യുക എന്നുള്ള സംഭവം തന്നെയാണ്. ആൻഡ് ചലഞ്ചസിന് ആസ് എ ബിസിനസ് മാൻ എന്നുള്ള നിലയ്ക്ക് ഓവർകം ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പോസിറ്റീവായിട്ട് ഇരിക്കുക. എന്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ഇന്നത്തെ ഒരു രാത്രിയുടെ ഉറക്കം കൊണ്ട് അത് തീരും എന്നുള്ള ഒരു വിശ്വാസം നമ്മളെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആൻഡ് ഒരു സിസ്റ്റം എന്നുള്ളതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ഇപ്പൊ നജ്ല മാഡം പറഞ്ഞ പോലെ ഡെലിഗേഷന്, ഇപ്പൊ എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ 20 മെമ്പേഴ്സ് ടീമാണ് ഇന്ന് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഈ പരിപാടി നടത്താനും വലിയ ചലഞ്ചസ് ഇല്ലാതെ നിർത്താനുള്ളത്. ആൻഡ് അതിലപ്പുറം എൻ്റെ പാർട്ണർ ഫാസില് 30 പോസിറ്റീവായിട്ട് ഇവിടെ വേറെ ആരുമില്ല. ഞാൻ കുറച്ചുകൂടി ടെക്കി സൈഡാണ്, മൂപ്പര് മാർക്കറ്റിംഗ് സൈഡാണ്. നമ്മൾ എന്തെങ്കിലും ടെക്നിക്കലി ഒരു ഇത് നടക്കൂല എന്ന് മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ചെയ്താൽ നടക്കൂലേ, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്ക്, അത്രേ ഉള്ളൂ. ആൻഡ് ഫൈനലി അത് നടത്തുക. ഇന്നിപ്പോ ഈ പരിപാടി ആക്ച്വലി നമ്മൾ വളരെ ചെറിയ പരിപാടിയായിട്ട് വെറുതെ ഓൺബോർഡിങ് നടത്തി വിടാന്ന് പറഞ്ഞ പരിപാടിയാണ്. ജസ്റ്റ് ഞങ്ങളൊരു ഡിസ്കഷനിലാണ് അത് വലിയൊരു പ്രോഗ്രാമായി മാറിയത്. അൽഹംദുലില്ലാ, ഞാൻ പറഞ്ഞു എൻ്റെ ഒപ്പമുള്ള, ഞാൻ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. എൻ്റെ ഫാമിലി, എൻ്റെ ടീം മെമ്പേഴ്സ്, എൻ്റെ പാർട്ണർ, മൈ ലൈഫ് പാർട്ണർ, അങ്ങനെ എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡ്. എൻ്റെ സുഹൃത്തുക്കള്, എൻ്റെ ഇന്ന് വരെ എത്തിയ ഈ ഒരു ജേർണിയിൽ അനുഭവിച്ച ഓരോ ചലഞ്ചസിലും ഓരോ സൈഡിലും എനിക്ക് അതിലപ്പുറം ചലഞ്ചസ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. ഏകദേശം 1.5 മാസം ഞാൻ ബെഡ് റിഡൻ ആയിരുന്നു, കംപ്ലീറ്റ് ആയിട്ട് കടന്നു. എൻ്റെ ടീം മെമ്പേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്തു. സോ നല്ല രീതിയിൽ ആ സിസ്റ്റം വർക്ക് ആയതുകൊണ്ട് തന്നെ അതെനിക്ക് ഹെൽപ്പായി. ആ ചലഞ്ചസ് എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റി. എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ് എന്നും എല്ലാ സമയത്തും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ 24 hour അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ വൈഫ് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ആകെ 3 മാസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷെ എൻ്റെ ഒപ്പം ഉണ്ടായി. എൻ്റെ താത്തയുടെ കുട്ടി, അങ്ങനെ എല്ലാം കൊണ്ടും ആ ഒരു ചലഞ്ചസിനെ എനിക്ക് ഓവർകം ചെയ്യാൻ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഹെൽപ്ഫുള്ളായി. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായി മാറുക എന്നുള്ളൊരു സംഭവം കൂടിയാണ് ആ ഒരു ചലഞ്ചസിനെ ഓവർകം ചെയ്യാൻ. അതായത് നമുക്കൊരു ചലഞ്ച് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ആലോചിക്കുമ്പോൾ അയ്യോ ഇതോടെ എൻ്റെ ജീവിതം തീർന്നു നിർത്തുക. പക്ഷെ അതിൻ്റെ അപ്പുറം എന്തൊക്കെയോ നമ്മളെ കയ്യിലുണ്ട്, എന്തൊക്കെയോ പോസിറ്റീവായിട്ടും എത്രയോ ഗ്രാറ്റിറ്റ്യൂഡായിട്ട് എനിക്ക് നല്ലൊരു ലൈഫ് ഇപ്പോഴും മുമ്പിലുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക, ആ ഒരു പോസിറ്റീവ് വൈബ് കൊണ്ടുവരാൻ ശ്രമിക്കുക, പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അത് അത്ര ഈസി ഉള്ള കാര്യമല്ല, പക്ഷെ ഒരു പീരീഡ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. വെറുതെ നമ്മൾ നെഗറ്റീവ് അടിച്ച് ഡള്ളടിച്ചിരിക്കണേക്കാളും നല്ലതാണ് ആ ഒരു പോയിന്റിനെ പോസിറ്റീവാക്കി മാറ്റുക എന്നുള്ള സംഭവത്തിന്. അതാണ് എനിക്കിതിൽ പറയാനുള്ളത്. ഓക്കെ, റെഡി? ക്വസ്റ്റ്യൻ നിഷാദ് കമ്മ. ഇപ്പോൾ ബോയ്സിന് പല മേഖല നമുക്ക് ജോലിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ ഗേൾസിന് അതേപോലെ എത്തിക്കൊള്ളാൻ പറ്റില്ല, റിജക്ഷൻസ് നേരിടും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ഓവർകം ചെയ്യും? അങ്ങനെയില്ല. കാരണം നമുക്കിപ്പോൾ ബോയ്സ്, അത് നമ്മളുടെ ഒരു എന്താ പറയുക, ഇപ്പോൾ മലപ്പുറം കൾച്ചർ വേറെയാണ്, അതുപോലെ കൊച്ചി സൈഡ് വേറെയാണ്. അപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഇപ്പോൾ മേക്കപ്പിൽ വരെ ഞാൻ ജെൻസിനെ എടുക്കുന്നില്ല. അത് പലരും ചോദിച്ചിട്ടുള്ള ഒരു റീസണാണ്. കാരണം ഈ ഓരോ കൾച്ചർ ബേസ് ചെയ്ത് പോകുമ്പോൾ നമ്മളുടെ മാർക്കറ്റിംഗ് സൈഡിൽ നമുക്ക് ലീഡ്സ്
പോകുന്ന ഓരോ ഏരിയാസ് ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കൊച്ചി സൈഡാകുമ്പോൾ നമുക്ക് ജെൻസിനും അധികം ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എനിക്ക് പറയാനുള്ളത് അവിടെ ലേഡീസാണ് ലീഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പക്ഷേ ജെൻസും എന്ത് ചെയ്യുന്നുണ്ട് അതേ ഫീൽഡിൽ ലീഡ് ചെയ്യുന്നുണ്ട്. കാരണം സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ജെൻസ് വരെ വരുന്നവരുണ്ട്. അപ്പോൾ ആ സൈഡിൽ ഓരോ ബിസിനസ് പ്ലാറ്റ്ഫോം എടുക്കുമ്പോഴും അതിൽ 2 പേർക്കും ഈക്വലി ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, ഒരു പ്രോപ്പർ വേയിൽ പോയാൽ മതി. കാരണം ലേഡീസ് വരുമ്പോൾ അവർക്ക് വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് നമുക്കത് കഴിയോ, നമുക്കത് ചെയ്യാൻ പറ്റുമോ. കാരണം ജെൻസ് ചിന്തിക്കുന്നതിലും ബാക്കിൽ അവർക്ക് എന്തുണ്ട്, കുറച്ച് ഫാമിലി കണക്ഷൻസും അവരെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിൽ നിന്ന് അവർക്ക് എങ്ങനെ അത് ഓവർകം ചെയ്യാന്നുള്ളത് ഒരു ലേഡി ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഈക്വലി ആ ജെൻസിൻ്റെ ലെവലിലേക്ക് എത്താൻ പറ്റും. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം ലേഡീസ് ജെൻസ് അങ്ങനെ സെപ്പറേറ്റ് ഒന്നുമില്ല. ഏത് ഫീൽഡിലാണെന്നുണ്ടെങ്കിലും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ അത് നമ്മൾക്ക് തോന്നണം. ഇപ്പോൾ ഞങ്ങൾ സ്മാർട്ട് ഫോൺ എഞ്ചിനീയറിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആൺകുട്ടികളായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു 4 വർഷം മുമ്പ് നമ്മൾ ലേഡീസിനും കൂടി പഠിപ്പിക്കാൻ തുടങ്ങി. കാരണം ഇപ്പോൾ ജെൻസിന് കിട്ടുന്നതിൻ്റെ ഒരു 2x ഇത് സാലറി കൂടുതലാണ്. ഇരട്ടി സാലറി പെൺകുട്ടികൾക്ക് കൊടുക്കാൻ സർവീസ് സെൻറ്റേഴ്സ് വില്ലിങ് ആവുന്നുണ്ട്. കാരണം അത്രത്തോളം റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു സർവീസ് സെൻറ്ററിൽ പോകുമ്പോൾ നമുക്ക് പേടി ഉണ്ടാവും, നമ്മൾ ഡാറ്റ പോകുമോ, മിസ്യൂസ് ചെയ്യുമോ എന്നുള്ളത്. പക്ഷേ ലേഡീസിന് കൊടുക്കുമ്പോൾ നമുക്കൊരു ട്രസ്റ്റാണ് അവിടെ. അപ്പോൾ ഏത് ഫീൽഡിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ മെക്കാനിക്കൽ എല്ലാ എഞ്ചിനീയറിങ്ങിലും കുറേ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന പെൺകുട്ടികൾ പിന്നെ ഫാമിലി സപ്പോർട്ടാണ് ഇമ്പോർട്ടൻറ്റ്. ഫാമിലിയിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് എന്താ പറയുക റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഫാമിലി സപ്പോർട്ടിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്ര തന്നെ. അതിലൊരു എക്സാമ്പിൾ പറയാനുള്ളത്, ഇപ്പോൾ എൻ്റെ ബ്രദർ M.Tech ആണ്, ഞാനും M.Tech ആണ്. അപ്പോൾ അവരിപ്പോൾ ജോബ് മാറി. സ്റ്റാർട്ടിങ്ങിൽ ജോലി ചെയ്യുമ്പോൾ അവന് കിട്ടിയിരുന്നത് MEAയിൽ ഒരു ഹൈ എൻഡ് സാലറി 30,000 ആണ്. അത് നമ്മൾ ഇപ്പോൾ എനിക്കൊക്കെ ഒരു ബ്രൈഡൽ വർക്കിൽ പെർ ഡേ ആണ് 60,000 വരുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി എന്തുകൊണ്ട് നമ്മുടെ ഫാമിലിക്ക് അത് പ്രൗഡാണ് അല്ലേ. പിന്നെ വരുന്നത് നമ്മളുടെ സ്റ്റുഡൻസ്, അത് എല്ലാം വരുമ്പോൾ ഓൾറെഡി നമ്മളുടെ ടേൺ ഓവർ വരുമ്പോൾ ലേഡി ലെവലിലേക്ക് എത്തുമ്പോൾ നമുക്ക് ലേഡി എന്നുള്ള രീതിയിലല്ല നമ്മൾ കാണുക. ആ വ്യക്തി എങ്ങനെയാണ്, കാരണം നമ്മളുടെ ലെവൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പിന്നെ ആ ഒരു ലെവലിലാണ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ഒബ്വിയസ്ലി ഈ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനിൽ റെസ്പെക്റ്റ് താനെ വരും നമുക്ക്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. ഏകദേശം 1 hour കഴിഞ്ഞു അല്ലെ, 45 minutes പറഞ്ഞ് നമ്മൾ 1 hour കഴിഞ്ഞു. ആൻഡ് സൂപ്പർ സെഷൻ. ലാസ്റ്റ് ആയിട്ട് നമ്മളെ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിനോട് എന്തെങ്കിലും അഡ്വൈസ് പറയാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ കാര്യങ്ങൾ പറയാനുണ്ടോ? സ്റ്റുഡൻസ് എല്ലാവരുടെ പറയാനുള്ളത്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ മെയിൻ പറയുന്ന ഒരു സംഭവമാണ് ലീഡ്സ് എന്ന് പറയുന്നത്. അത് എനിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന്, എൻ്റെ അക്കാഡമിയിൽ ഒത്തിരി സ്റ്റുഡൻസ് വരും. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രോബ്ലമാണ് നിങ്ങൾക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നത്. കാരണം അതിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡോപ്സുമായിട്ട് കണക്ട് ചെയ്യാം, എൻ്റെ അവിടെ വരാം. ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്, അവരുടെ പേജ് എന്ത് ചെയ്യണം, എന്താണ് ചെയ്യേണ്ടാത്തത്, ഒരുപാട് ഡൗട്ട്സ് ഉള്ളവരുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ ഒരു സപ്പോർട്ടാണ്. നിങ്ങൾക്ക് അത് എത്രത്തോളം വാല്യുബിൾ ആവുമെന്ന് എനിക്കറിയില്ല. മാക്സിമം നമുക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇവിടുന്ന് വരുന്ന കുട്ടികളുടെ വാല്യൂ എന്താണെന്നുള്ളത് അതെനിക്കറിയാം. കാരണം ഫാസിലും അതുപോലെ റേസും ആണ് ഇതിൻ്റെ തലപ്പത്ത് എന്നുണ്ടെങ്കിൽ, കാരണം എനിക്കറിയാം ഞാനിവിടെ വരുമ്പോൾ പലപ്പോഴും പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നതിലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് അതൊരു റിസൾട്ട് തന്നെയാണ്. ഇവരുടെ ഈ കോർഡിനേഷൻ തന്നെ നിങ്ങൾക്ക് ഭയങ്കര സക്സസ് ആവും. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. എനിക്കാദ്യം ഒരു പാരൻസിനോടാണ് നന്ദി പറയേണ്ടത്. കാരണം അല്ലേ, മക്കളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ ഫസ്റ്റ് ഡേ തന്നെ അവരുടെ കൂടെ വന്നിട്ടുണ്ട്. കാരണം ഇത്രത്തോളം സപ്പോർട്ടീവായിട്ടുള്ള പാരൻസിനെ കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യമാണ്. പിന്നെ നല്ലൊരു ടീമിൻ്റെ അടുത്താണ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ഇവരെ യൂട്ടിലൈസ് ചെയ്യുക, അത്രേ ഉള്ളൂ, ഊറ്റിയെടുക്കുക. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുമ്പോഴും നമുക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണല്ലോ ഇമ്പോർട്ടൻറ്റ്, ചെയ്ത് പഠിക്കണം. അപ്പോൾ അതെന്തായാലും എനിക്ക് തോന്നുന്നത് ഇവർ തന്നെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ ഇവിടെ പഠിച്ചിട്ട് നാളെ നല്ല അറിയപ്പെടുന്ന ഓണ്ടർപ്രണേഴ്സ് ആവട്ടെ അല്ലേ, അതാണ് തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും എനിക്ക് നല്ലൊരു ഭാവി ആശംസിക്കാണ്. ഓൾ ദി ബെസ്റ്റ്.
അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. നമ്മൾ ഏകദേശം 1 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു, ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് പറഞ്ഞു, വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും. സിതാര മാം ആൻഡ് നജ്ല മാം, താങ്ക് യു സോ മച്ച്.